ശേഷം ഒരു പ്രവാചകനില്ല. ഓരോ പ്രവാചകന്മാരും ഒരു നിശ്ചിത കാലത്തേക്ക് നിശ്ചിത പ്രദേശത്തേക്കാണ് അല്ലാഹു തആല അയച്ചതെങ്കിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ അയച്ചത് മുഴുവൻ കാലഘട്ടത്തിലേക്കും മുഴുവൻ പ്രദേശത്തേക്കും കൂടിയാണ്. വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസി ബശീറൻ വനദീറ. മുഴുവൻ ജനങ്ങൾക്കും സന്തോഷവാർത്ത അറിയിക്കുന്നവനും മുന്നറിയിപ്പുകാരനുമായിട്ടല്ലാതെ പ്രവാചകരെ താങ്കൾ അയച്ചിട്ടില്ല. റഹ്മത്തുൽ ലിൽ ആലമീൻ, മുഴു ലോകത്തിനും കാരുണ്യമാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് ശേഷം മറ്റൊരു പ്രവാചകൻ വരാനുമില്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ എല്ലാ കാലത്തേക്കുമുള്ള പ്രവാചകനാണ്. ഇസ്ലാമിൽ ആ പ്രവാചകനെ അംഗീകരിക്കുക എന്നത് ആദർശവാക്യത്തിന്റെ ഭാഗമാണ്. നമ്മുടെ ആദർശം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നാണ്. അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്ന് സാക്ഷ്യം വഹിക്കുന്നതിന്റെ കൂടെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അല്ലാഹുവിന്റെ പ്രവാചകനാണെന്ന് കൂടി സാക്ഷ്യം വഹിക്കേണ്ടതുണ്ട്. അപ്പോഴേ ഒരാൾ മുസ്ലിമായി തീരും. അല്ലാഹുവിന്റെ പ്രവാചകനെ പരിപൂർണമായും അംഗീകരിക്കണം. നമ്മൾ അല്ലാഹുവിന്റെ പ്രവാചകൻ കൊണ്ടുവന്നതിനെ പിൻപറ്റുകയും ഇത്തിബാഉ ചെയ്യുകയും ചെയ്യണം. നമുക്കറിയാം, ഇസ്ലാമിക സമൂഹത്തിന് രണ്ട് മൂലപ്രമാണങ്ങളാണുള്ളത്. ഒന്ന് അല്ലാഹുവിന്റെ കിതാബായ ഖുർആനും പ്രവാചകന്റെ ജീവിതചര്യയും സുന്നത്തും. ഫമൻ റായിബ അൻ സുന്നത്തി ഫലൈസ മിന്നി. പ്രവാചകന്റെ സുന്നത്തിനെ അവഗണിക്കുന്നവർ എന്നിൽപ്പെട്ടവരല്ല. അഥവാ അല്ലാഹുവിന്റെ പ്രവാചകൻ എന്തു കൊണ്ടുവന്നോ അതൊക്കെയും സ്വീകരിക്കണം. പ്രവാചകന്റേതായി വന്ന കൽപ്പനകളൊക്കെയും നാം സ്വീകരിക്കാൻ ബാധ്യസ്ഥരാണ്. അല്ലാഹുവിന്റെ റസൂൽ ഒരു കാര്യത്തിൽ തീർപ്പ് കൽപ്പിച്ചാൽ പിന്നെ ആ വിഷയത്തിൽ ഒരു ചോയ്സ് അന്വേഷിക്കാൻ പാടില്ല. മാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം വമൻ യഗ്സില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലൻ മുബീന. മുസ്ലിമായ പുരുഷനും സ്ത്രീക്കും ഭൂഷണമല്ല, അല്ലാഹുവും റസൂലും ഒരു കാര്യം കൽപ്പിച്ചാൽ പിന്നൊരു ചോയ്സ് അന്വേഷിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ റസൂലും അള്ളാഹുവും ഒരു കാര്യം കൽപ്പിച്ചാൽ അത് പരിപൂർണമായി സ്വീകരിക്കാൻ വിശ്വാസികൾ ബാധ്യസ്ഥരാണ്. ആരല്ലാഹുവിനെയും റസൂലിനെയും ധിക്കരിക്കുന്നുവോ വ്യക്തമായ വഴികേടിലാണ് അവര്. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനകും സുമ്മ ലാ യജിദൂ ഫീ അൻഫുസിഹിം ഖറജൻ മിമ്മാ ഖളൈത വയുസല്ലിമു തസ്ലീമാ. നിന്റെ റബ്ബാണ് സത്യം. അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾക്കിടയിൽ ഒരു വിഷയത്തിൽ തീർപ്പ് കൽപ്പിച്ചാൽ ഒരു മനപ്രയാസവും കൂടാതെ നിങ്ങളത് സ്വീകരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സത്യവിശ്വാസിയാകൂല. പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, അല്ലാഹുവിന്റെ റസൂല് കൊണ്ടുവന്നതൊക്കെയും നമ്മൾ സ്വീകരിക്കണം. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻ ഫന്തഹു. അല്ലാഹുവിന്റെ റസൂൽ എന്ത് കൊണ്ടുവന്നോ അത് സ്വീകരിക്കണം. അല്ലാഹുവിന്റെ റസൂൽ എന്ത് വിരോധിച്ചോ അതിനെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം. കാരണം അല്ലാഹുവിന്റെ റസൂല് കൊണ്ടുവന്നതൊക്കെയും അല്ലാഹുവിൽ നിന്നുള്ളതാണ്. അല്ലാഹു പറയാത്ത കൽപ്പിക്കാത്തൊരു കാര്യവും അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നില്ല. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. അദ്ദേഹം സ്വന്തം ഇച്ഛപ്രകാരം ഒന്നും സംസാരിക്കുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിൽ നിന്ന് കിട്ടിയ വഹ്യിന്റെ അടിസ്ഥാനത്തിലാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ ശരിക്കും അല്ലാഹുവിന്റെ പ്രവാചകനെ പരിപൂർണമായും നമ്മൾ ഇത്തിബാഅ് ചെയ്യണം. വഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. ഒരു വിഷയത്തിൽ ഭിന്നാഭിപ്രായമുണ്ടായാൽ അല്ലാഹുവിലേക്ക് പ്രവാചകനിലേക്കാണ് നാം തിരിഞ്ഞു നോക്കേണ്ടത്. തറക്തു ഫീക്കും അംറൈൻ ലം തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്തു റസൂലി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഹജ്ജത്തുൽ വിദായിൽ വെച്ച് ഇസ്ലാമിക സമൂഹത്തെ ബോധ്യപ്പെടുത്തി, ഇതാ രണ്ട് കാര്യം ഞാൻ നിങ്ങളിൽ വിട്ടേച്ചുകൊണ്ടാണ് പോകുന്നത്. അതിനെ മുറുകെ പിടിക്കുന്നിടത്തോളം കാലം നിങ്ങൾ വഴിപിടക്കില്ല. അല്ലാഹുവിന്റെ കിതാബും പ്രവാചകന്റെ ചര്യയും. ഇവിടെ നമ്മൾ തെറ്റിദ്ധരിച്ചു പോകാറുണ്ട്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഫിഖ്ഹിലെ സുന്നത്തായി പല ആളുകളും തെറ്റിദ്ധരിക്കാറുണ്ട്. പ്രവാചകന്റെ സുന്നത്ത് എന്ന് പറയുന്നത് പ്രവാചകന്റെ ജീവിതചര്യയാണ്. നമസ്കരിക്കുക എന്നതാണ് പ്രവാചകന്റെ സുന്നത്ത്.
നോമ്പെടുക്കുക എന്നതാണ് പ്രവാചകന്റെ സുന്നത്ത്. അശരണരെയും പാപങ്ങളെയും സഹായിക്കലാണ് റസൂലിന്റെ സുന്നത്ത്. ജനങ്ങളോട് നല്ല രീതിയിൽ പെരുമാറലാണ് റസൂലിന്റെ സുന്നത്ത്. പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ അകറ്റലാണ് റസൂലിന്റെ സുന്നത്ത്. ആ റസൂലിന്റെ സുന്നത്ത് പൂർണ്ണമായും സ്വീകരിക്കാൻ സത്യവിശ്വാസികൾ ബാധ്യസ്ഥരാണ്. അതേസമയം കർമ്മശാസ്ത്രത്തിൽ ഒരു സുന്നത്തുണ്ട്. ഇത് രണ്ടും കൂടി മുസ്ലിം സമൂഹം പലപ്പോഴും തെറ്റിദ്ധരിച്ചു പോകാറുണ്ട്. കർമ്മശാസ്ത്രത്തിലെ സുന്നത്ത് എന്ന് പറയുന്നത് ഒരു കർമ്മം പരിപൂർണമാകുന്നതിൽ നിർബന്ധമായി ചെയ്യേണ്ടതും ഐച്ഛികമായി ചെയ്യേണ്ടതുമുണ്ട്. നമസ്കാരം ഉദാഹരണത്തിലെടുക്കാം. നമസ്കാരത്തിൽ ഫാത്തിഹ സൂറത്ത് ഓതൽ ഫറളാണ്. ലാ സ്വലാത്ത ലിമൻ ലം യഖ്റഅ ഫാത്തിഹത്തുൽ കിതാബ്. ഫാത്തിഹ ഓതാതെ നമസ്കാരമില്ല. എല്ലാ നമസ്കാരങ്ങളിലും സൂറത്തുൽ ഫാത്തിഹ കാണാം. അതേസമയം ഫാത്തിഹയ്ക്ക് മുമ്പുള്ള പ്രാരംഭ പ്രാർത്ഥന വജ്ഹത്ത് ഓതുന്നത് നിർബന്ധമില്ല. അത് ഓതിയാലും ഓതിയില്ലെങ്കിലും നമസ്കാരം ശരിയാകും. ഫാത്തിഹയ്ക്ക് ശേഷമുള്ള ഖുർആൻ പാരായണം അത് ഓതിയാലും ഓതിയില്ലെങ്കിലും നമസ്കാരം ശരിയാകും. ഓതുന്നത് ശ്രേഷ്ഠകരമാണ്. ഈ സുന്നത്തല്ല റസൂലിന്റെ സുന്നത്ത് എന്ന് പറയുന്നത്. റസൂലിന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കണം. അല്ലു അലൈഹ ബിൻ നവാജിദി ഇയ്യാകും വൽ മുഹ്ദസാത്തുൽ ഉമൂർ അലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഖ്ദിയ്യീൻ. എന്റെ സുന്നത്തിനെ അണപ്പല്ലുകൊണ്ട് നിങ്ങൾ മുറുകെ പിടിക്കണം. സച്ചരിതരായ ഖുലഫാഉർ റാഷിദുകളുടെ ഇസ്ലാമിൽ ഞാൻ കൊണ്ടുവരാത്തൊരു കാര്യത്തെ നിങ്ങൾ കൊണ്ടുവരരുത്. അതൊക്കെയും വഴികേടിന്റെ മാർഗമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പഠിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത് റസൂലുള്ളാഹിനെ പരിപൂർണമായി നമ്മൾ സ്വീകരിക്കാൻ ബാധ്യസ്ഥരാണ്. അള്ളാഹുവിന്റെ റസൂല് കൊണ്ടുവന്ന എല്ലാം സ്വീകരിക്കണം. നമ്മൾ റസൂല് കൊണ്ടുവന്നതൊക്കെയും അള്ളാഹുവിൽ നിന്നുള്ളതാണ്. ആ റസൂലിനെ ഇങ്ങോട്ട് അയച്ചതും എന്താണോ നമ്മൾ ചെയ്യേണ്ടത് എന്നതിന് പ്രായോഗികമായി നമുക്ക് കാണിച്ചു തരുന്നതിന് വേണ്ടിയാണ്. അവിടെ അമ്പിയാക്കന്മാരെ നമുക്കറിയാം. അമ്പിയാക്കന്മാരെ മുഴുവൻ അല്ലാഹു തആല അയച്ചത് മനുഷ്യരിൽ നിന്നാണ്. മനുഷ്യരായിരുന്നു എല്ലാ അമ്പിയാക്കന്മാരും. പല അമ്പിയാക്കന്മാരെയും അയച്ചപ്പോൾ അവരുടെ ജനത അമ്പിയാക്കന്മാരെ നിഷേധിച്ചുകൊണ്ട് പറഞ്ഞ കാര്യം മാലിഹാദർ റസൂൽ യഅ്കുലു ത്വഅമ വയംശി ഫിൽ അസ്വാഖ്. ഇതെന്ത് റസൂല്? അങ്ങാടിയിലൂടെ നടക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന ആളാണോ റസൂല്? നിങ്ങൾ ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യരല്ലാതെ മറ്റൊന്നുമല്ല എന്ന വാദമായിരുന്നു. അല്ലാഹു തആലക്ക് അങ്ങനെ ഒരു പ്രവാചകനെ അയക്കണമെങ്കിൽ മലക്കുർ റസൂല, മലക്കിനെ റസൂലായിട്ട് അയച്ചുകൂടായിരുന്നോ എന്നാണ് അവർ ചോദിച്ചത്. പക്ഷെ അല്ലാഹു തആല അതിന് കൊടുത്ത മറുപടി വമാ ജഅൽനാകും ജസദൻ ലാ യഅ്കുലൂന ത്വഅമ വമാ കാനൂ ഖാലിദീൻ. ഭക്ഷണം കഴിക്കാത്തവരും എന്നെന്നും ജീവിക്കുന്നവരുമായിട്ട് അമ്പിയാക്കന്മാരെ അയച്ചിട്ടില്ല. കാരണം അമ്പിയാക്കന്മാർ കേവലം പോസ്റ്റ്മാൻമാരെ പോലെയല്ല. പോസ്റ്റ്മാനെ നമുക്കറിയാം. പോസ്റ്റ്മാൻ ഒരു കത്ത് കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ കത്തിന്റെ ഉള്ളടക്കവും പോസ്റ്റ്മാനും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. പോസ്റ്റ്മാൻ വളരെ ദുഃഖിതനാണെങ്കിൽ സന്തോഷകരമായ കത്ത് ദുഃഖത്തോടെ തരും. പോസ്റ്റ്മാൻ സന്തോഷത്തിലാണെങ്കിൽ ദുഃഖകരമായ കത്ത് സന്തോഷത്തോടെ തരും. കാരണം കത്തിന്റെ ഉള്ളടക്കവും പോസ്റ്റ്മാനും തമ്മിലൊരു ബന്ധമില്ല. അതുപോലെ കേവലം പോസ്റ്റ്മാൻമാരായിരുന്നില്ല അമ്പിയാക്കന്മാർ. പകരം എന്താണ് അള്ളാഹുവിന്റെ സന്ദേശം അതിനെ ജീവിതത്തിൽ പരിപൂർണമായും പകർത്തി ഇതാകുന്നു അള്ളാഹുവിന്റെ സന്ദേശം എന്ന് പറഞ്ഞുകൊണ്ട് ജനസമൂഹത്തിന്റെ മുമ്പിൽ ഞങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് മാതൃകയാണെന്ന് ലോകത്തോട് പഠിപ്പിച്ച മഹാരഥന്മാരായിരുന്നു അമ്പിയാക്കന്മാർ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയും എല്ലാ പ്രവാചകന്മാരെയും അള്ളാഹു അയച്ചത് മനുഷ്യവർഗത്തിൽ നിന്നാണ്. പക്ഷേ സാധാരണ മനുഷ്യരാണ് എന്ന അമ്പിയാക്കന്മാരെ കരുതരുത്. ഞാൻ പറയുന്നു അസാധാരണ വ്യക്തിത്വങ്ങളായിരുന്നു അമ്പിയാക്കന്മാർ. മറ്റു മനുഷ്യർക്കില്ലാത്തൊരു വലിയ പ്രത്യേകത അമ്പിയാക്കന്മാർക്കുണ്ട്. അതവർക്ക് വഹി ലഭിക്കുന്നു എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് പ്രഖ്യാപിക്കാൻ പറഞ്ഞല്ലോ, ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ് ഫമൻ കാന യർജു ലിഖാ റബ്ബി ഫൽയഅമൽ അമലൻ സാലിഹാ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ. പ്രവാചകരെ പ്രഖ്യാപിക്കണം, ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാണ്. യൂഹാ ഇലയ്യ, എനിക്കുള്ള പ്രത്യേകത അല്ലാഹുവിൽ നിന്ന് വഹി ലഭിക്കുന്നു എന്നതാണ്. എനിക്ക് ലഭിച്ച വഹീന്റെ ആകത്തുക അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്, നിങ്ങളുടെ ഇലാഹി ഏകനായ ഇലാഹാണ്. ഫമൻ കാന യർജു ലിഖാ റബ്ബി ഫൽയഅമൽ അമലൻ സാലിഹാ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ. ആ അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നവർ അവനെ മാത്രം ഇബാദത്ത് ചെയ്യട്ടെ, അവനിൽ ആരെയും പങ്കു ചേർക്കാതിരിക്കട്ടെ. അപ്പൊ അമ്പിയാക്കന്മാർക്ക് വഹി ലഭിക്കുന്നുണ്ട്. അമ്പിയാക്കന്മാർ അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് അമ്പിയാക്കന്മാർ മഅ്സൂമീങ്ങളാണ്, പാപമുക്തരാണ്. തെറ്റുകുറ്റങ്ങൾ അവരുടെ ജീവിതത്തിലില്ല. അവരുടെ ജീവിതം പരിപൂർണമായും പെർഫെക്റ്റ് ആണ്.
അമ്പിയാക്കന്മാരുടെ ജീവിതം പരിപൂർണമായും പരിശുദ്ധമാണ്. മാനുഷിക ഘടനയിൽ എന്തെങ്കിലും സ്ഖലിതങ്ങൾ സംഭവിച്ചാൽ തന്നെ അതപ്പ തിരുത്തി ശരിയായ മാതൃക അവിടെ കാണിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് പോലും ചില മാനുഷികമായ സ്ഖലിതങ്ങൾ സംഭവിച്ചതായി നമുക്ക് കാണാൻ കഴിയും. അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു വന്നപ്പോൾ, അബ്ദുല്ലാഹിബ്നു ഉമ്മ മക്തൂം വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അദ്ദേഹത്തെ സ്വീകരിക്കുകയും അന്വേഷിക്കുകയൊക്കെ ചെയ്തെങ്കിലും അത് വേണ്ടത്ര ആയില്ല എന്നതിന്റെ പേരിൽ അല്ലാഹു തആല അദ്ദേഹത്തെ നിരൂപണം നടത്തുന്നത് നമുക്ക് ഖുർആനിൽ കാണാൻ കഴിയും. പക്ഷെ അവിടെ മാതൃക വ്യക്തമാക്കുകയാണ്. അന്ധനായൊരു മനുഷ്യനെ കാര്യമായി പരിഗണിക്കണമെന്ന മാതൃകയാണ് അവിടെ വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഉഹദ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുശ്രിക്കുകൾ ടാർഗറ്റ് ചെയ്തു. അള്ളാന്റെ റസൂലിനെ വധിക്കാൻ പ്ലാനിട്ടു. മുശ്രിക്കുകളെ കൂട്ടം കൂട്ടമായി വന്ന് നബി ആക്രമിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വധിക്കപ്പെട്ടു എന്ന കിംവദന്തി വരുത്തി റസൂലുള്ളാഹിയുടെ നേരെ 100 കണക്കിന് അമ്പുകൾ എയ്തു. തൽഹ റളിയല്ലാഹു അൻഹു പോലെയുള്ള സഹാബാക്കളെ റസൂലിനെ മനുഷ്യകവചം തീർക്കുകയായിരുന്നു. നമുക്കറിയാലോ, തൽഹ റളിയല്ലാഹുവിന്റെ ശരീരത്തിൽ 10-70 മുറിവുകളാണ് ഉണ്ടായത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി തൽഹയോട് ചോദിക്കുന്നുണ്ട്, തൽഹ, നിന്റെ ശരീരത്തിൽ അമ്പുകൾ വീഴുമ്പോൾ നിനക്ക് വേദനിച്ചില്ല തൽഹ? ആ തൽഹ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഓരോ അമ്പുകളും എന്റെ ശരീരത്തിലേൽക്കുമ്പോൾ അള്ളാന്റെ റസൂലിന്റെ പുണ്യഭൂമേനിയാണ് ഞാൻ സംരക്ഷിക്കുന്നത് എന്നതിന്റെ പേരിൽ ആ വേദന ഞാൻ അറിഞ്ഞില്ല റസൂലെ. അങ്ങനെ റസൂലിനെതിരെ വളരെ വലിയ ടാർഗറ്റായിരുന്നു ഉഹദ് യുദ്ധത്തിൽ നടന്നത്. ആ സമയത്ത് അള്ളാന്റെ റസൂല് പറഞ്ഞുപോയി, കൈഫ യുഫ്ലഹു ഖൗമുൻ ജറഹു നബിയഹു, തങ്ങളുടെ പ്രവാചകനെ ഇவ்விதം ദ്രോഹിച്ച ഒരു ജനത എങ്ങനെ രക്ഷപ്പെടാനാണ്? തങ്ങളുടെ പ്രവാചകനെ ഇങ്ങനെ ദ്രോഹിച്ചൊരു ജനത എങ്ങനെ രക്ഷപ്പെടാനാണ്? നമ്മളൊക്കെ ആണെങ്കിൽ അതിന്റെ 10 ഇരട്ടി പറഞ്ഞു പോകും. പക്ഷേ റസൂൽ ഇത്രയേ പറഞ്ഞുള്ളൂ. പക്ഷെ അല്ലാഹു തആല ഇടപെട്ടുകൊണ്ട് പറഞ്ഞു, ലൈസ ലക മിനൽ അംരി ശൈ, പ്രവാചകരെ അത് താങ്കളുടെ കാര്യത്തിൽപ്പെട്ടതല്ല. അവരെ ശിക്ഷിക്കണോ, അവർക്ക് പുറത്തു കൊടുക്കണോ, അതൊക്കെ അള്ളാഹുവിന്റെ കാര്യത്തിൽപ്പെട്ടതാണ്. വൈന്നഹും ളാദിമൂൻ, അവരക്രമികൾ തന്നെയാണ്. പക്ഷെ അക്രമികളായ ഒരു ജനതയെ ഉഹദിന്റെ രണാങ്കണത്തിന്റെ പ്രതികൂല സാഹചര്യത്തിൽ പോലും പ്രാകരുത് എന്ന അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹു തആല ഓർമ്മപ്പെടുത്തുന്നത് കാണാൻ കഴിയും. അങ്ങനെ നിരവധി സംഭവങ്ങൾ. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിന്റെ സമസ്ത മേഖലയും അതിപരിപൂർണമായും പെർഫെക്റ്റാണ്, പരിശുദ്ധമാണ്, മാതൃകാപരമാണ്. ലോകത്തോട്, മനുഷ്യ സമൂഹത്തോട് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കുകയും ഈ ജീവിതം മനുഷ്യകുലത്തിന് മാതൃകാപരമാണെന്ന് പറഞ്ഞ മഹാന്മാർ അമ്പിയാക്കന്മാർ മാത്രമാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ജീവിതം അതുപോലെ വിശുദ്ധമായിരുന്നു. നമ്മൾ ഒരർത്ഥത്തിൽ ജീവിക്കുന്നത് ആ റസൂലിനെ പിൻപറ്റിക്കൊണ്ടാണ്. നമ്മൾ റസൂലും തമ്മിലുള്ള ഒരു ബന്ധങ്ങൾ ആലോചിച്ച് നോക്കിയേ. നേരത്തെ എൻ്റെ ഉപ്പയുടെ പേര് ഇവിടെ പറഞ്ഞു. ഞാൻ ഇന്നലെയോ മിനിയാന്നോ ഒരാഴ്ചയായിട്ട് ഉപ്പയുടെ പേര് ഞാൻ ഉച്ചരിച്ചിട്ടില്ല. 10 വർഷം മുമ്പ് മരിച്ചുപോയ ഉപ്പയുടെ പേര് എനിക്ക് പറയേണ്ടി വന്നിട്ടില്ല. പക്ഷേ റസൂലിന്റെ പേരിൽ നിന്ന് ഞാൻ ഒരുപാട് തവണ കേട്ടു. ആ റസൂലിന്റെ പേരിൽ ഞാൻ ഒരുപാട് തവണ സലാത്ത് ചൊല്ലി. ആ റസൂലിന്റെ മാൻ പലതവണ അനുസ്മരിച്ചു. ഇന്ന് ജുമാ ഖുത്ബയിലും ആ റസൂലിനെ ഞാൻ അനുസ്മരിച്ചു. എന്റെ ഉപ്പയേക്കാളേറെ ഞാൻ എന്റെ പ്രിയപ്പെട്ട റസൂലിനെയാണ് ഞാൻ അനുസ്മരിച്ചത്. നിങ്ങളും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഇസ്ലാം പഠിപ്പിച്ചു, നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ ജീവിതത്തിലുടനീളം ആ റസൂലിനെയാണ് പിൻപറ്റുന്നത്. നമ്മൾ വസ്ത്രം ധരിക്കുന്നത് റസൂല് പഠിപ്പിച്ച പോലെ, നമ്മൾ പെരുമാറുന്നത് റസൂല് പഠിപ്പിച്ച പോലെ, നമ്മൾ നമസ്കരിക്കുന്നത് സല്ലൂ കമാ റഅയ്തുമൂനി, ഞാൻ കാണിച്ചു തന്ന പോലെ നിങ്ങൾ നമസ്കരിക്കുക. 5 നേരത്തെ നമസ്കാരങ്ങളും മറ്റു നമസ്കാരങ്ങളും നമ്മൾ നിർവഹിക്കുന്നത് ആ റസൂല് പഠിപ്പിച്ച പോലെ. ആ റസൂലിനെ പൂർണ്ണമായി അനുധാവനം ചെയ്തുകൊണ്ട് റസൂലുമായി ബന്ധപ്പെട്ടാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാം പറഞ്ഞു, നിങ്ങളേറെ സ്നേഹിക്കേണ്ടതും റസൂലിനെയായിരിക്കണം. നിങ്ങളേറെ സ്നേഹിക്കേണ്ടത് റസൂലിനെയായിരിക്കണം. നമുക്കറിയാം, ഏറ്റവും വലിയ സ്നേഹം അല്ലാഹുവിനോടാണ്. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, സത്യവിശ്വാസികൾ അല്ലാഹുവിനെ അതിരറ്റ് സ്നേഹിക്കേണ്ടവരാണ്. കാരണം നമ്മളെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. നമുക്ക് വേണ്ടി സകലതും സംവിധാനിച്ചത് അല്ലാഹുവാണ്. നമ്മളെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലാഹുവാണ്. നമുക്ക് ഈ ജീവിതം നൽകിയത് അല്ലാഹുവാണ്. നമുക്കെല്ലാം നൽകിയത് അല്ലാഹുവാണ്. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, സത്യവിശ്വാസികൾ അല്ലാഹുവിനെ അതിരറ്റ് സ്നേഹിക്കുന്നവരാണ്. അതേസമയം അല്ലാഹു തആല കഴിഞ്ഞാൽ മനുഷ്യരുടെ കൂട്ടത്തിൽ നമ്മളേറെ സ്നേഹിക്കേണ്ടത് ഒരു സംശയവുമില്ല മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയായിരിക്കണം. റസൂലിനെ ഇത്തിബാ ചെയ്യുന്നത് കൂടെ തന്നെ റസൂലിനെ ഉള്ളിൽ സ്നേഹിക്കുക കൂടി വേണം. ആ റസൂലിനോട് അതിരറ്റ സ്നേഹമുണ്ടായിരിക്കണം.
വിശുദ്ധ ഖുർആൻ അത് കൃത്യമായി പ്രഖ്യാപിച്ചു. കുല്ലിങ്കാന ആബാഉക്കും വഅബ്നാഉക്കും വഇഖ്വാനുക്കും വഅസ്വാജുക്കും വഅശീറത്തുക്കും വഅംവാലിൻ ഇഖ്തറഫ്തുമുഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ വമസാകിനു തർളൗനഹാ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലി ഫതറബ്ബസു ഹത്താ യഅതിയല്ലാഹു ബിഅംരി. വളരെ കൃത്യമായി വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചു. പ്രവാചകരെ പ്രഖ്യാപിക്കണം, നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ, ഇണകളെക്കാൾ, ബന്ധുക്കളെക്കാൾ, എല്ലാവരെക്കാളും, അതുപോലെ നിങ്ങളെ കച്ചവടത്തെക്കാൾ, കൃഷിയേക്കാൾ, ഭവനങ്ങളെക്കാൾ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അല്ലാഹു ആയിരിക്കണം, അള്ളാന്റെ റസൂലായിരിക്കണം, അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗമായിരിക്കണം. അതല്ല ഈ മൂന്നെണ്ണത്തിന് പകരം നേരത്തെ എണ്ണിപ്പറഞ്ഞ ഭൗതിക വസ്തുക്കളെയാണ് നിങ്ങൾ സ്നേഹിക്കുന്നതെങ്കിൽ അള്ളാന്റെ ശിക്ഷ നിങ്ങൾ പ്രതീക്ഷിക്കണം. അള്ളാന്റെ റസൂലിനേക്കാളേറെ ഉമ്മയെ സ്നേഹിച്ചാൽ അള്ളാന്റെ ശിക്ഷ പ്രതീക്ഷിക്കണം. അള്ളാന്റെ റസൂലിനേക്കാളേറെ ഉപ്പയെ സ്നേഹിച്ചാൽ അള്ളാന്റെ ശിക്ഷ പ്രതീക്ഷിക്കണം. അള്ളാഹുവിന്റെ റസൂലിനേക്കാൾ ഭൗതിക ജീവിതത്തിലെ മറ്റേതെങ്കിലും സംവിധാനങ്ങളെയോ ബന്ധങ്ങളെയോ നിങ്ങൾ സ്നേഹിക്കാൻ പാടില്ല. നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അല്ല കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് ഈ ഇസ്ലാമിന്റെ മാർഗമായിരിക്കണം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പഠിപ്പിച്ചല്ലോ, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ ഒരാളും സത്യവിശ്വാസിയാകൂല, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഞാനാകുന്നത് വരെ നിങ്ങളുടെ മാതാപിതാക്കളെക്കാളും മക്കളെക്കാളൊക്കെ ഏറെ ഇഷ്ടപ്പെട്ട് ഞാനാകുന്നിടത്തോളം കാലം ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ സത്യവിശ്വാസിയാകൂല. ഇത് ആ സ്നേഹം നമ്മുടെ മനസ്സിലുണ്ടാകണം. ഈമാന്റെ ഭാഗമായിട്ടാണ് പണ്ഡിതന്മാർ വളരെ കൃത്യമായി ഈ ഈമാനിന്റെ ഭാഗമായിട്ട് ഹുബ്ബുർ റസൂൽ വിശദീകരിച്ചിട്ടുണ്ട്. അള്ളാന്റെ റസൂലിനോടുള്ള അദമ്യമായ സ്നേഹം ഈമാൻ കാര്യങ്ങളിൽ പെട്ട കാര്യമാണ്. അത്രയും പ്രാധാന്യത്തോടുകൂടി റസൂലുള്ളയെ സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. ആ റസൂലിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കണം. ആ റസൂലിന്റെ മാതൃക പരിപൂർണമായും അനുധാപനം ചെയ്യണം. ഹൃദയത്തിന്റെ ഉള്ളിൽ ആ റസൂലിനോടുള്ള സ്നേഹമുണ്ടാകണം. സ്വന്തത്തിനേക്കാളേറെ സ്നേഹിക്കണമെന്നാണ്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. സത്യവിശ്വാസികൾക്ക് അവരുടെ സ്വന്തം ശരീരത്തെക്കാൾ ഏറ്റവും പ്രിയപ്പെട്ടത് അല്ലാഹുവിന്റെ റസൂലായിരിക്കണം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലിനോട് പറഞ്ഞല്ലോ, അല്ലാഹുവിന്റെ റസൂലെ, ഞാൻ ഗണിച്ചാൽ എനിക്ക് ഈ ഭൂലോകത്ത് ഏറ്റവും സ്നേഹം താങ്കളോടാണ്. ചില ഹദീസുകളുടെ റാബിമാർ അതിനെക്കുറിച്ച് പറയുന്നത് യഥാർത്ഥത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു പറയാൻ ഉദ്ദേശിച്ചിരുന്നത് എന്നെക്കാളും ഏറെ എനിക്ക് താങ്കളെയാണ് ഇഷ്ടമെന്ന് പറയാനായിരുന്നു. പക്ഷേ റസൂൽ വഴക്ക് പറയുമോ എന്ന് പേടിച്ചിട്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു ഞാൻ കഴിഞ്ഞാൽ ബാക്കി എല്ലാവരെക്കാളും എനിക്കേറെ ഇഷ്ടം അല്ലാഹുവിന്റെ റസൂലിനെയാണ് എന്ന് പറഞ്ഞത് എന്ന് ചില ഹദീസിന്റെ വിശദീകരണങ്ങളിൽ കാണാൻ കഴിയും. പക്ഷെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, പറ്റൂല ഉമറെ പറ്റില്ല. താങ്കളെക്കാളേറെ സ്നേഹം എന്നോടായിരിക്കണം. താങ്കളെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ എന്നെയായിരിക്കണം. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ, എന്നേക്കാൾ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെക്കാളും എനിക്ക് താങ്കളെയാണ് ഇഷ്ടം. ആ സന്ദർഭത്തിൽ റസൂലുള്ള പറഞ്ഞു, അല്ലാനയാ ഉമറെ, ഇപ്പോഴാണ് നിങ്ങൾ ശരിയായ ഘടനയിലെത്തിയത്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചതാണ്. കാരണം നമ്മളെ പരിചയപ്പെടുത്തിയത് ആ റസൂലാണ്. നമ്മുടെ മഹത്വം നമ്മളെ പരിചയപ്പെടുത്തിയത് റസൂലാണ്. നമുക്ക് വ്യക്തിത്വം നൽകിയത് ആ റസൂലാണ്. എന്നെ ഞാനാക്കി മാറ്റിയത് എന്റെ റസൂലാണ്. എന്റെ ഉമ്മയുടെ മഹത്വം എന്നെ പഠിപ്പിച്ചത് എന്റെ റസൂലാണ്. എന്റെ ഉമ്മയെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ചത് എന്റെ റസൂലാണ്. ഉമ്മയെ ബഹുമാനിക്കണമെന്ന് പഠിപ്പിച്ചത് എന്റെ റസൂലാണ്. അതുകൊണ്ട് എന്നേക്കാൾ എനിക്കിഷ്ടം എന്റെ റസൂലിനെയാണ്. എന്റെ ഉമ്മയേക്കാൾ ഇഷ്ടം എന്റെ റസൂലിനെയാണ്. എന്റെ ഉപ്പയെ പരിചയപ്പെടുത്തിയത് എന്റെ റസൂലാണ്. ലോകത്ത് മറ്റൊരു ജീവിക്ക് ഉപ്പാൻ അറിയുന്നില്ല. ഉപ്പ കൊണ്ട് ജനിച്ചവരാ. ഒരു ജീവിക്കും അതിന്റെ ഉപ്പ ആരാണെന്നറിയില്ല. പക്ഷേ ഉപ്പയുടെ മഹത്വം പഠിപ്പിച്ചത് അല്ലാഹുവിന്റെ റസൂലാണ്. അതുകൊണ്ട് ഇസ്ലാം പഠിപ്പിച്ചു, ഉപ്പയേക്കാൾ, ഉമ്മയേക്കാൾ, മക്കളെക്കാൾ, ഇണകളെക്കാൾ എല്ലാവരെക്കാളും നമുക്ക് റസൂലിനെ സ്നേഹിക്കാൻ കഴിയണം. ആ സ്നേഹം ഉണ്ടെങ്കിലേ ഇസ്ലാമിന്റെ മാർഗത്തിൽ ജീവിക്കാൻ സാധിക്കൂ. സഹാബാക്കൾ അങ്ങനെയായിരുന്നല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കാലത്തെ സഹാബാക്കളെ അവർ ചെളിക്കുണ്ടിലായിരുന്നു. ആ ചെളിക്കുണ്ടിൽ കടന്നിരുന്ന ജനതയെ അല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂല് ചരിത്രത്തിൽ ഉയർത്തുകയാണ് ചെയ്തത്. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. ഞാനത് വിശദീകരിക്കാം. പക്ഷെ ആ ജനതയെ അല്ലാഹുവിന്റെ റസൂല് ഉയർത്തിയപ്പോൾ അവരേറെ ആ റസൂലുള്ളയെ സ്നേഹിച്ചു. ആ റസൂലിനോടുള്ള അദമ്യമായ സ്നേഹം അവർക്കുണ്ടായിരുന്നു. മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹു, ഹുബൈബ് റളിയല്ലാഹു അൻഹു എന്നിവരെ മക്കക്കാർ തൂക്കിലേറ്റുകയും വെട്ടിനുറുക്കി കൊല്ലുകയും ഒക്കെ ചെയ്യുന്നൊരു ഘട്ടം. അന്ന് സയ്യിദ് റളിയല്ലാഹുവിനോടും ഹുബൈബ് റളിയല്ലാഹുവിനോടും അബൂ സുഫിയാൻ അടക്കം ചോദിച്ചു,
നിനക്ക് ഈ ഗതികേട് വരുത്തിയത് നിന്റെ നേതാവ് മുഹമ്മദ് അല്ലേ? നിന്നെ ഇതാ 25-ാമത്തെ വയസ്സിലാണ് ഹുബൈബ് റളിയല്ലാഹുവിനെ തൂക്കുമരത്തിലേറ്റാൻ പോകുന്നത്. 25 വയസ്സുള്ള പയ്യൻ. അബൂ സുഫിയാൻ ചോദിക്കുന്നുണ്ട്, ഹുബൈബേ, നിനക്ക് പകരം ഈ റസൂലിനെ കൊണ്ടുവന്നിരുന്നെങ്കിൽ നീ ഇഷ്ടപ്പെടുമോ? സയ്യിദിനോട് ചോദിക്കുന്നുണ്ട്, സയ്യിദ് റളിയല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ട്, നിന്റെ സ്ഥാനത്ത് മുഹമ്മദിനെയാണ് കൊണ്ടുവന്നതെങ്കിൽ നീ രക്ഷപ്പെടുകയാണെങ്കിൽ നീ അത് ഇഷ്ടപ്പെടുമോ? അദ്ദേഹം പറയുന്നുണ്ട്, ഇല്ല, ഒരിക്കലുമില്ല. എന്റെ ജീവൻ, എനിക്ക് ജീവൻ കൊടുത്തിട്ട് എന്റെ ജീവൻ രക്ഷിച്ചിട്ട് അള്ളാന്റെ റസൂലിന്റെ ഒരു ജലദോഷം വരുന്നത് പോലും എനിക്കിഷ്ടമല്ല. ഒരു ജലദോഷം വരുന്നത് പോലും എനിക്കിഷ്ടമല്ല. ഇത് ഉച്ചസ്ഥലം പറഞ്ഞപ്പോഴാണ് അബൂ സുഫിയാൻ പറഞ്ഞത്, മാ റഅയ്തു അഹദൻ മിനൻ നാസി യുഹിബ്ബു അഹദൻ കഹുബ്ബി അസ്ഹാബി മുഹമ്മദിൻ മുഹമ്മദ. മുഹമ്മദിന്റെ അനുചരന്മാർ മുഹമ്മദിനെ സ്നേഹിക്കുന്നത് പോലെ ഒരു ജനത, ഒരു നേതാവിനെ സ്നേഹിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. മാ റഅയ്തു അഹദൻ മിനൻ നാസി യുഹിബ്ബു അഹദൻ കഹുബ്ബി അസ്ഹാബി മുഹമ്മദിൻ മുഹമ്മദ. മുഹമ്മദിന്റെ അനുചരന്മാർ മുഹമ്മദിനെ സ്നേഹിക്കുന്നത് പോലെ ഒരു ജനത, ഒരു നേതാവിനെ സ്നേഹിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ ആലോചിച്ച് നോക്കിയേ, അത്രയും മക്കയിലെ മുശ്രിക്കുകൾ കൊടുത്ത സർട്ടിഫിക്കറ്റാണത്. ഹുദൈബിയ സന്ധി നമുക്കറിയാം. ഹുദൈബിയ സന്ധി പ്രത്യക്ഷത്തിൽ മുസ്ലിങ്ങൾക്ക് പ്രതികൂലമാണ്. കാരണം എല്ലാം അവർക്ക് അനുകൂലമായി തോന്നും. എന്തായാലും ഗടാഗടിയന്മാരായ മുശ്രിക്ക് നേതാക്കന്മാരാണ് ഹുദൈബിയ സന്ധിക്ക് വേണ്ടി വന്നത്. സന്ധി വ്യവസ്ഥ ഒക്കെ കഴിഞ്ഞ് മക്കയിലേക്ക് തിരിച്ചെത്തി. മക്കയിൽ തിരിച്ചെത്തിയപ്പോഴേക്കും മക്കക്കാരൊക്കെ ചുറ്റും കൂടി. എങ്ങനെയുണ്ടായിരുന്നു സന്ധി വ്യവസ്ഥ? അവർ പറഞ്ഞു, സന്ധി വ്യവസ്ഥ ഒക്കെ നമുക്ക് അനുകൂലമാണ്, നമുക്ക് പറ്റിയ സന്ധി വ്യവസ്ഥകളാണ്, അതൊക്കെ ഞങ്ങൾ വളരെ സാമർത്ഥ്യത്തോടു കൂടി നേടിയെടുത്തിട്ടുണ്ട്. പക്ഷെ അതവർക്ക് വിനയായി മാറി എന്നത് മറ്റൊരു ചരിത്രം. പക്ഷേ അവർ പറഞ്ഞു, അതൊക്കെ ഞങ്ങൾ നേടിയെടുത്തു. എന്നിട്ട് ഈ മക്കയിലെ നേതാക്കന്മാരും മക്കക്കാരോട് പറയാണ്, ഹേ കൂട്ടരെ, ഹേ മക്കക്കാരെ, ഞങ്ങൾ കിസ്റ രാജാവിന്റെ കൊട്ടാരത്തിൽ പോയിട്ടുണ്ട്, കൈസർ രാജാവിന്റെ കൊട്ടാരത്തിൽ പോയിട്ടുണ്ട്, നജാഷിയുടെ കൊട്ടാരത്തിൽ പോയിട്ടുണ്ട്, പല മഹാന്മാരുടെ മജ്‌ലിസുകളിലും ഞങ്ങൾ പോയിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ടി പോയിട്ടുണ്ട്. പക്ഷേ മുഹമ്മദിന്റെ അനുചരന്മാർ മുഹമ്മദിനെ സ്നേഹിക്കുന്നത് പോലെ ഒരു നേതാവിനെയും സ്നേഹിക്കുന്നത് ഞങ്ങൾ അവിടെ ഇവിടെയും കണ്ടിട്ടില്ല. ഇത് മക്കയിലെ മുശ്രിക്കുകൾ കൊടുത്ത സർട്ടിഫിക്കറ്റായിരുന്നു. കാരണം അവരത്രയും റസൂലുള്ളാഹിയെ സ്നേഹിച്ചിരുന്നു. അതുകൊണ്ടാണല്ലോ ഉഹദ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ, ഉഹദ് യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വധിക്കപ്പെട്ടു എന്ന കിംവദന്തി പരത്തപ്പെട്ടപ്പോൾ ആ കിംവദന്തി കാട്ടുതീ പോലെ ഇങ്ങനെ പരക്കുകയാണ്. ഒരു അൻസാരി വനിതയുടെ ചവിട്ടിൽ അതെത്തി. അള്ളാഹുവിന്റെ റസൂൽ വധിക്കപ്പെട്ടിരിക്കുന്നു. ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ആ സ്ത്രീ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ്. അവരോടുമ്പോൾ ഒരൊറ്റ കാര്യം ചോദിക്കുന്നത്, അയ്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എവിടെ അള്ളാഹുവിന്റെ റസൂൽ? അയ്ന റസൂൽ, റസൂൽ എവിടെ? ആരോ പറഞ്ഞു അവരോട്, അള്ളാഹുവിന്റെ റസൂലിനൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ അവർക്ക് വിശ്വാസം വന്നില്ല. എവിടെ അള്ളാഹുവിന്റെ റസൂൽ? എനിക്ക് കാണണം. പക്ഷേ റസൂലിനൊന്നും പറ്റിയിട്ടില്ലെന്ന് പറഞ്ഞാൽ ഒരു വാചകം കൂട്ടിച്ചേർത്തു, നിങ്ങളുടെ പ്രിയപ്പെട്ട പിതാവ് യുദ്ധത്തിൽ ഷഹീദായിട്ടുണ്ട്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇസ്തിർജാ ചെല്ലിയ ഉടനെ തന്നെ വീണ്ടും അവർ ചോദിക്കുന്നു, അയ്ന റസൂൽ? വീണ്ടും അവരോടുമ്പോ അവരുടെ മകൻ, അവരുടെ ഭർത്താവ്, ചില റിപ്പോർട്ടുകളിൽ അവരുടെ സഹോദരൻ, 4 പേരും, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പിതാവ്, മകൻ, ഭർത്താവ്, സഹോദരൻ, 4 പേരും ഒരു യുദ്ധത്തിൽ ഷഹീദാകുമ്പോഴും ആ സ്ത്രീക്ക് ചോദിക്കാനുള്ളത്, അയ്ന റസൂൽ? എങ്കിലും റസൂൽ എവിടെ? ഓടി ഓടി യുദ്ധമുഖത്തെത്തുമ്പോണ്ട് അള്ളാഹുവിന്റെ റസൂൽ വധിക്കപ്പെട്ടിട്ടില്ല. ജീവനോട് അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ നിൽക്കുന്ന രംഗം കണ്ടപ്പോ ആ സ്ത്രീ പറഞ്ഞുപോയി, കുല്ലു മുസീബത്തിൻ ബാദക ജലലുൻ. താങ്കൾ ജീവിച്ചിരുന്ന ബാക്കി മുസീബത്തൊന്നും എനിക്കൊരു പ്രശ്നമല്ല. താങ്കൾ ജീവിച്ചാൽ മകന്റെ ഷഹാദത്ത് എനിക്ക് പ്രശ്നമല്ല. താങ്കൾ ജീവിച്ചിരുന്നാൽ പിതാവിന്റെ തിരോധാനം എനിക്ക് പ്രശ്നമല്ല. താങ്കൾ ജീവിച്ചിരുന്നാൽ ഭർത്താവിന്റെ രക്തസാക്ഷിത്വം എനിക്ക് പ്രശ്നമല്ല എന്നാണ് ആ സഹോദരി പറഞ്ഞത്. കാരണം അവരത്രയും അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചിരുന്നു. അതാണ് ഇസ്ലാം പഠിപ്പിച്ചു തന്ന സ്നേഹം. സൗബാൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. റസൂലിന്റെ ഒരു സേവകനും കൂടിയാണ് അദ്ദേഹം. റസൂലുള്ളാഹിയുടെ സൗന്ദര്യം നിറഞ്ഞ മുഖത്തേക്ക്, ഈമാൻ നിറഞ്ഞ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അല്ലാഹുവിന്റെ റസൂല് ഒരിക്കൽ സൗബാൻ റളിയല്ലാഹുവിന്റെ മുഖത്ത് വല്ലാത്ത മ്ലാനത, വലിയ സങ്കടം. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, സൗബാനെ, നിനക്കെന്ത് പറ്റിപ്പോയി? എന്തേ പറ്റിയത്? നിനക്കെന്താണ് ഒരു വിഷമം? സൗബാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒന്നുമില്ല, ഞാൻ ഇത്തിരി കാട് കയറി ചിന്തിച്ചു പോയി.
നാളെ ഞാനും അള്ളാഹുവിന്റെ റസൂലുമൊക്കെ മരണപ്പെടും, വഫാത്താകും. താങ്കൾ അള്ളാഹുവിന്റെ ഉന്നത സ്വർഗത്തിലായിരിക്കും. ഞാനൊരു പക്ഷേ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ തന്നെ താങ്കൾ എത്തുന്ന സ്വർഗത്തിലായിരിക്കില്ലല്ലോ. ഇപ്പോൾ താങ്കളുടെ ചാരത്ത് എനിക്കണയാം, താങ്കളോടൊത്ത് ജീവിക്കാൻ കഴിയുന്നുണ്ട്. നാളെ എന്റെ റസൂലിന് എനിക്ക് സ്വർഗത്തിൽ ഇതുപോലെ കിട്ടുമോന്നോർത്ത് ഞാൻ സങ്കടപ്പെട്ടതാണ്. ആ സന്ദർഭത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് പ്രയാസം തോന്നി. ആ സന്ദർഭത്തിൽ വിശുദ്ധ ഖുർആൻ ഇറങ്ങി. അവര് മഅൻ നബിയ്യീന വസ്സുദ്ദീഖീന വസ്സുഹദാഅ വസ്സാലിഹീൻ വഹസ്സുന ഉലൈക റഫീഖ. അത്തരം ആളുകൾ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നുവോ അവർ മഹാന്മാരായ അമ്പിയാക്കന്മാരോടും സാലിഹീങ്ങളോടും ഉന്നതരോടും കൂടിയായിരിക്കുമെന്ന ആയത്ത് ആ സന്ദർഭത്തിലാണ് ഇറങ്ങിയത്. കാരണം അവർ റസൂലുള്ളയെ അത്ര ഇഷ്ടപ്പെട്ടിരുന്നു. ആ ഒരു ബന്ധം അത്രയും ശക്തമായിരുന്നു. ഈ വിഷയം നമ്മൾ അങ്ങനെ ഗൗരവത്തോടുകൂടി നമ്മൾ തന്നെ മനസ്സിലാക്കണം. അങ്ങനെ റസൂലിനെ സ്നേഹിക്കുമ്പോൾ, ആ റസൂലുള്ളയെ സ്നേഹിക്കുമ്പോൾ എങ്ങനെയാണ് റസൂലുള്ളയോടുള്ള സ്നേഹപ്രകടനം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ ഈ ഖുർആൻ ക്ലാസ് എടുക്കുന്ന ആളായതുകൊണ്ട് എനിക്ക് ചില ദുശ്ശീലങ്ങളൊക്കെ ഉണ്ട്. അതിലൊരു ദുശ്ശീലം എന്താന്ന് പറഞ്ഞാൽ, ഇടയ്ക്ക് നിങ്ങളെ ഇങ്ങനെ കാണുമ്പോൾ എനിക്കൊരു അസൂയ തോന്നും. ഞാൻ ഇങ്ങനെ നിൽക്കുക, നിങ്ങളിങ്ങനെ ഇരിക്കുക. അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങൾ ഇടയ്ക്കൊന്ന് എണീറ്റ് ഒന്ന് നിന്നിരുന്നാൽ എനിക്ക് വളരെ സന്തോഷം. ഒന്ന് എണീറ്റ് നോക്കി എല്ലാവരും ഈ വെളിച്ചത്തിൽ നിങ്ങൾ ഉറങ്ങുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. രണ്ട് വെളിച്ചം എൻ്റെ കണ്ണിൻ്റെ നേർക്കായതുകൊണ്ട് നിങ്ങളുടെ ഉറക്കമൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ആരും ഉറങ്ങുന്നില്ല, ഞാൻ വെറുതെ പറഞ്ഞ. ഇരുന്നോളി, നല്ലതാണ്, ആരോഗ്യത്തിനും നല്ലതാണ്. എങ്ങനെയാണ് അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുക? നമ്മളൊരു സ്നേഹം കണ്ടതാ, 1/2 സെന്റിമീറ്റർ നീളം വെക്കുന്ന സ്നേഹം. അതൊരു വല്ലാത്ത സ്നേഹമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയ, പലപ്പോഴും ഈ മുസ്ലിം സമുദായം ചെയ്യുന്നത് ഈ മാസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം കുറച്ച് ബഹളം കൂട്ടി ആ സ്നേഹം അവസാനിക്കുകയാണ്. ഒരു ഹദീസിൽ കാണാൻ കഴിയും, മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി മൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന. ആരെന്റെ സുന്നത്തിനെ സ്നേഹിക്കുന്നുവോ അവരെന്നെ സ്നേഹിച്ചു, ആരെന്നെ സ്നേഹിക്കുന്നുവോ അവരെന്റെ കൂടെ സ്വർഗത്തിലാണ്. അള്ളാന്റെ റസൂലിന്റെ സുന്നത്തിന് അനുധാപനം ചെയ്യലാണ് റസൂലുള്ളാനെ സ്നേഹിക്കുന്നതിന്റെ ലക്ഷണം. അള്ളാന്റെ റസൂലിന്റെ സുന്നത്തിനെ ശരിക്കും അനുധാപനം ചെയ്യലാണ് അള്ളാന്റെ റസൂലിനെ സ്നേഹിക്കുന്നതിന്റെ ഏറ്റവും വലിയ ലക്ഷണം. ഇതിപ്പോ അതൊന്നുമല്ല. നമ്മളെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, ഒരു ദിവസം വന്നിട്ട് ഒരു പച്ചപ്പാടും ബഹളം ഉണ്ടാക്കി സ്നേഹമൊക്കെ അവസാനിച്ചു. ഞാനൊരു തമാശ പറയാണ്. എൻ്റെ സ്കൂളിൽ ഞാൻ പണ്ട് സ്കൂളിൽ ജോലി എടുക്കുമ്പോൾ ഒരു വളരെ വികൃതി എന്ന് ഇപ്പോൾ പറയാൻ പാടില്ല, വളരെ സാമർത്ഥ്യമുള്ളൊരു കുട്ടി ഉണ്ടായിരുന്നു. വികൃതി എന്ന് പറയാൻ പാടില്ല എന്നാണ്. അപ്പം ഇവൻ ഭയങ്കര സാമർത്ഥ്യം കൂടുമ്പോൾ ഇവൻ്റെ ടീച്ചർ ഇവൻ്റെ ഉമ്മാനെ വിളിപ്പിക്കും. അപ്പോൾ ഇവൻ്റെ ഉമ്മാക്കും അറിയാം ഇവൻ ഭയങ്കര പ്രശ്നമാണെന്നറിയാം, ഭയങ്കര പ്രശ്നമാണ് ഇവൻ എന്നറിയാം. അപ്പോൾ ഇവന് നേരെ ഹെഡ് മാഷ് എന്നുള്ളവർക്ക് എൻ്റെ ഓഫീസിലേക്ക് ആദ്യം ഉമ്മ ടീച്ചറെ കാണാതെ എന്നെ ഒപ്പിക്കാൻ വേണ്ടി ഇങ്ങോട്ട് കയറി വരും. എന്നിട്ട് മാഷേന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിട്ട് പറയും, ഈ കുട്ടിയുടെ കുറേ പ്രശ്നവും ഉമ്മ ആദ്യം ഇങ്ങോട്ട് അവതരിപ്പിക്കും. അപ്പോൾ ഈ ഉമ്മ ഒരു ദിവസം എന്നോട് പറയാണ്, മാഷെ ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. പക്ഷെ ഇവന് ചിലപ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്. ഇവൻ ഇടയ്ക്ക് ഈ വികൃതിയൊക്കെ കാണിച്ചാലും ഇടയ്ക്ക് എന്നെ വന്നാണ്ട് കെട്ടിപ്പിടിച്ചിട്ട് എന്നോട് പറയും, എനിക്ക് ഉമ്മാനെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുമ്പോൾ മാഷ എൻ്റെ കണ്ണീന്ന് കണ്ണീരിങ്ങനെ വീഴും. പക്ഷേ ഒരു മിനിറ്റ് നേരെയുള്ള ആ കെട്ടിപ്പിടിക്കുമ്പോൾ തന്നെ അവനൊരു സാധനം എടുത്തൊരൊറ്റേറാ എന്നതുപോലെ ഇതൊരു 1/2 മിനിറ്റ് നേരത്തെ റസൂലുള്ളാഹിയുടെ സ്നേഹപ്രകടനമാണ് പലപ്പോഴും ഈ സമുദായം നിർവഹിക്കുന്നത്. പകരം ജീവിതത്തിലുടനീളം അല്ലാഹുവിന്റെ റസൂലിനെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന നിലപാടിലേക്ക് നമ്മൾ വരേണ്ടതുണ്ട്. ആരാണ് അല്ലാഹുവിന്റെ റസൂല്? നമ്മൾ പരിചയപ്പെടുത്തേണ്ടത് എങ്ങനെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മുടിക്ക് 1/2 സെന്റിമീറ്റർ നീളുന്നോ കൂടുന്നോ എന്നുള്ളത് എൻ്റെ വിഷയമല്ല, എനിക്കറിയില്ല. പക്ഷേ അതാണോ അള്ളാന്റെ റസൂലിന്റെ പേരിൽ ഈ പുതിയ കാലഘട്ടത്തിൽ അള്ളാന്റെ റസൂലിനെ പരിചയപ്പെടുത്തേണ്ടത്? തന്റെ മുടി നീളം വെക്കുന്നു എന്നതിൽ പരിമിതമാണോ? ആരാണ് അള്ളാന്റെ റസൂൽ എന്ന് 21-ാം നൂറ്റാണ്ടിലെ സമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ബാധ്യത നമുക്കില്ലേ? മുഹമ്മദ് റസൂലുള്ള ലോകത്ത് ജീവിച്ച ഏറ്റവും വലിയ മഹാനുഭാവനാണ്, മനുഷ്യർ കണ്ടതിൽ ഏറ്റവും വലിയ വ്യക്തിത്വമാണ് എന്ന് ആ പ്രവാചകനെ പരിചയപ്പെടുത്താൻ നമുക്ക് കഴിയുന്നുണ്ടോ? മൈക്കൽ എച്ച് ഹാർട്ട് എന്ന് പറയുന്ന ആംഗ്ലേയ ചരിത്രകാരൻ, അദ്ദേഹം ഒരു പ്രാക്ടീസിങ് ക്രിസ്ത്യാനിയാണ്. പക്ഷെ അദ്ദേഹം ലോകത്ത് ഇന്നേ വരെ ജീവിച്ച ഏറ്റവും പ്രഗത്ഭരായ ആളുകളെ കുറിച്ച് പഠനം നടത്തിയിട്ട്
ദ 100 എന്ന് പറയുന്ന ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു. ലോകത്ത് ഇന്നേ വരെ ജനിച്ച ഏറ്റവും പ്രഗത്ഭരായ 100 വ്യക്തികൾ. അതിൽ അദ്ദേഹം 1-ാം സ്ഥാനത്ത് കൊടുത്തത് പ്രോഫറ്റ് മുഹമ്മദ്, ദ മോസ്റ്റ് ഇൻഫ്ലുവൻസിംഗ് പേഴ്സണാലിറ്റി ഇൻ ദ ഹ്യൂമൻ ഹിസ്റ്ററി. മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും സ്വാധീനം ചെലുത്തിയ മഹാവ്യക്തിത്വം പ്രോഫറ്റ് മുഹമ്മദ്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരുഭൂമിയിൽ ജനിച്ച, ഒട്ടകത്തിന്റെ മുക്കേർ പിടിക്കാൻ മാത്രം പഠിച്ച, ജനതയിൽ ജനിച്ച നിരക്ഷരനായ പ്രവാചകനെയാണ് മൈക്കൽ എച്ച് ഹാർട്ട് 1-ാം സ്ഥാനത്ത് കൊടുത്തത്. അദ്ദേഹത്തിന് അറിയാം ഇസ്ലാമോഫോബിയയുടെ കാലല്ലേ. അദ്ദേഹം ആ പുസ്തകത്തിന്റെ ആമുഖത്തിൽ എന്തുകൊണ്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ 1-ാം സ്ഥാനത്ത് കൊടുത്തു എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ജീസസ് ക്രൈസ്റ്റിന് അദ്ദേഹം 3-ാം സ്ഥാനത്താണ് കൊടുത്തത്. താൻ ആരാധിക്കുന്ന ജീസസ് ക്രൈസ്റ്റിന് 3-ാം സ്ഥാനം. പക്ഷേ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 1-ാം സ്ഥാനം കൊടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ആത്മീയതയും ഭൗതികതയും സമന്വയിപ്പിച്ചുകൊണ്ട് ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ച ഒരു ജീവിത ദർശനം അവതരിപ്പിച്ച, ലോകത്തെ മാറ്റിമറിച്ച, ലോകത്തിന്റെ ഗതി തിരിച്ചുവിട്ട മഹാനുഭാവനാകുന്നു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തിന്റെ വിപ്ലവം ഏതെങ്കിലും ഒരു പ്രത്യേക മേഖലയിലായിരുന്നില്ല. മനുഷ്യകുലത്തിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും മാറ്റിമറിച്ച, എല്ലാവർക്കും ഏത് സന്ദർഭത്തിലും മാതൃകയായ വ്യക്തിത്വമായിരുന്നു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നാണ് മൈക്കൽ എച്ച് ഹാർട്ട് വിശദീകരിച്ചത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, അള്ളാഹുവിന്റെ റസൂല് വരുത്തിയ ഒരു വിപ്ലവം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി നമുക്ക്. അള്ളാഹുവിന്റെ റസൂല് വരുമ്പോ ലോകമെങ്ങനെ, റസൂല് വന്നതിന് ശേഷമുള്ള അവസ്ഥ എന്ത്? ഇന്ന് മുസ്ലിമീങ്ങൾ മാത്രമല്ല, മറ്റു പലരും പല ജീവിതത്തിൽ പല മൂല്യങ്ങളും സ്വീകരിക്കുന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച മൂല്യങ്ങളാണ്. ലോകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വരുന്ന കാലത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞല്ലോ, വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. അവരങ്ങേയറ്റത്തെ വഴികേടിലായിരുന്നു. പക്ഷെ ആ വഴികേടിലായ ഒരു സമൂഹത്തെ ലോകത്തിന്റെ ജേതാക്കളും വിധേതാക്കളും നായകന്മാരുമാക്കി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി മാറ്റി എന്നുള്ളതാണ് ചരിത്രം. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വരുന്ന കാലത്ത് അവർ മദ്യപാനികളാണ്, മുഴുകുടിയന്മാരാണ്. മരിച്ചുപോയാൽ മുന്തിരിവള്ളിയുടെ ചുവട്ടിൽ കുഴിച്ചു മുടണമെന്ന് മദ്യാസക്തിയോടുകൂടി പാടിയവരാണ്. പക്ഷേ ചരിത്രത്തിന്റെ താളുകളിൽ മദ്യം കഴിക്കാത്തൊരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് സാധിച്ചു. എങ്ങനെ? തന്റെ കർമ്മങ്ങളൊക്കെയും കാണുന്ന ഒരു റബ്ബിന്റെ മുന്നിലാണ് ജീവിതമെന്നും ദൈവത്തിനോട് ഉത്തരം പറയേണ്ട ഒരു ജീവിതമാണെന്നും ആ ദൈവം പറഞ്ഞതുപോലെയാണ് ജീവിക്കേണ്ടതെന്നും ഒരു സമൂഹത്തെ പഠിപ്പിച്ച ഗുരുവര്യനായ പ്രവാചകൻ മുഴുകുടിയന്മാരായ ഒരു സമൂഹത്തെ ഏതാനും വർഷങ്ങൾ കൊണ്ട് നട്ടപ്പാതിരാക്ക് പോലും രഹസ്യമായി കുടിക്കാത്തൊരു ജനവിഭാഗമാക്കി മാറ്റിയെടുക്കാൻ കഴിഞ്ഞു എന്നത് റസൂലിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഏറ്റവും വലിയ അമേരിക്ക വർഷങ്ങൾക്ക് മുമ്പ് മദ്യനിരോധം നടപ്പാക്കി. 4 വർഷക്കാലം മദ്യനിരോധം. അതിനുവേണ്ടി കോടിക്കണക്കിന് ഡോളർ ചെലവഴിച്ചു. ഒരുപാട് പ്രചരണ രീതികൾ സ്വീകരിച്ചു. അവസാനം അമേരിക്കക്ക് മനസ്സിലായത്, അമേരിക്ക മദ്യം നിരോധിച്ച കാലത്താണ് അമേരിക്കക്കാർ ഏറ്റവും കൂടുതൽ മദ്യം കഴിച്ചത്. കാരണം ആ മദ്യം നിരോധിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. നമ്മുടെ നാട്ടിലും ഈ മദ്യം എത്ര ഭീകരമാണ്, ലഹരി മരുന്ന് എത്ര ഭീകരമാണ്. ഈ രാജ്യത്തിന്റെ 30,000 കോടിക്ക് അനൌദ്യോഗിക കണക്കനുസരിച്ച് 30,000 കോടിക്കാണ് ഒരു വർഷം കേരളീയൻ മദ്യപിച്ചു കൂട്ടുന്നത്. ഇവിടുത്തെ ആക്സിഡന്റുകളിൽ അധികവും മദ്യം മുഖേനയാണ്. രോഗങ്ങളിൽ വലിയൊരവസ്ഥ വരുത്തി തീർക്കുന്നത് മദ്യം മുഖേനയാണ്. പക്ഷേ ഈ മദ്യം നിരോധിക്കാൻ നമുക്ക് കഴിയുന്നില്ല. മദ്യമുക്തമായൊരു സമൂഹത്തെ ചരിത്രത്തിന്റെ താളുകളിൽ 1.5 സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് മനുഷ്യകുലത്തിൽ സൃഷ്ടിച്ചെടുത്തത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഈ സദസ്സിലേറെയും സ്ത്രീകളുണ്ട്. ഞാൻ പറയുന്നു, സ്ത്രീകൾ ഏറ്റവും കൂടുതൽ കടപ്പെട്ടത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോടാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ കടപ്പെട്ടത്. കാരണം നിങ്ങൾക്ക് വസ്ത്രം നൽകിയത് ആ റസൂലാണ്. നിങ്ങളെ സംസ്കാര സമ്പന്നരാക്കി മാറ്റിയത് ആ റസൂലാണ്. നഗ്ന സംസ്കാരത്തിൽ നിന്ന് ജീവിതത്തിന്റെ ഉന്നതിയിലേക്ക് എത്തിച്ചത് ആ റസൂലാണ്. കുടിച്ചു മൂടപ്പെട്ട പെൺകുട്ടിയെ ഉന്നതമായ സ്ഥാനത്തേക്ക് ഉയർത്തിയത് ആ റസൂലാണ്. വൈദാ പുശ്റാഖതുഹും ബിൽഉൻസ വല്ല വജ്ഹുഹു മുസ്വത്തൻ വഹുവ ഖദീം യതബാറാ മിനൽ ഖൗമി മിൻ സൂഇ മാ ബുശ്റ ബി അയുംസികു വലാ ഖൂനിൻ യദ്സുഖു ഫിത്തുറാ. തനിക്ക് ജനിച്ചത് ഒരു പെൺകുഞ്ഞാണെന്ന് അറിഞ്ഞാൽ അപമാനഭാരം സഹിക്കവയ്യാതെ പെൺകുഞ്ഞിനെ വളർത്തണമോ അതല്ല 6 അടി മണ്ണിൽ കുഴിച്ചു മുടണമോ എന്ന് ചിന്തിച്ചിരുന്ന ഒരവസ്ഥയിൽ നിന്ന് മന്നാല സലാസ ബനാത്ത് ആർക്കെങ്കിലും 3 പെൺമക്കളുണ്ടായി അവളെ വിവാഹം ചെയ്തു കൊടുത്ത് വിദ്യാഭ്യാസം ചെയ്ത് വിവാഹം ചെയ്താൽ സ്വർഗമുണ്ട് എന്ന് ലോകത്തോട് പഠിപ്പിച്ച പ്രവാചകനായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തായിരുന്നു റസൂല് വന്നിട്ടും നമ്മുടെ നാട്ടിലെ സ്ത്രീകളുടെ അവസ്ഥ? കേരളത്തിലെ ഭൂരിപക്ഷ സ്ത്രീകൾക്ക് മാറുമറക്കാൻ അവകാശമുണ്ടായിരുന്നില്ല. മാറുമറക്കുന്നത് കുറ്റമായി കണ്ടിരുന്ന നാടല്ലേ നമ്മുടെ കേരളം. അല്ലാഹുവിന്റെ റസൂല് വന്ന് 1300 കൊല്ലം കഴിഞ്ഞിട്ടും കേരളത്തിലെ 80% സ്ത്രീകൾക്കും മാറുമറക്കാൻ അവകാശമുണ്ടായിരുന്നില്ല.
മാറുമറക്കുന്നത് കുറ്റം. മാറുമറച്ചതിന്റെ പേരിൽ സ്ഥലങ്ങൾ മുറിക്കപ്പെട്ടിരുന്നു കേരളത്തില്. ബ്രിട്ടീഷുകാരുടെ കൂടെ വേലക്ക് പോയ ലക്ഷ്മി എന്ന് പറയുന്ന ഈഴവ പെണ്ണ് ബ്രിട്ടീഷുകാരുടെ കൂടെ വേലക്ക് പോയി തിരിച്ചു വന്നപ്പോ മാറുമറച്ച് തിരിച്ചു വന്നു എന്ന ഒറ്റ കാരണത്താൽ തിരുവിതാംകൂർ അമ്മ മഹാറാണി കൊട്ടാരത്തിൽ വിളിപ്പിച്ചു വരുത്തി ലക്ഷ്മിയുടെ 2 മാറും മുറിച്ചു കളഞ്ഞു എന്നാണ് ചരിത്രം. അതിന്റെയൊക്കെ മുമ്പ് നഗ്നരായി തവാഫ് ചെയ്തിരുന്ന അറേബ്യൻ സ്ത്രീകളെ കൊണ്ട് നഗ്നത മറക്കുന്ന സ്ത്രീ സംസ്കാര പ്രവാചകനുണ്ടാക്കി. സ്ത്രീകളെ ഉയർത്തി, അവർക്ക് സ്വത്തവകാശം നൽകി, അവർക്ക് വിവാഹമോചനാധികാരം നൽകി, ഏത് ഭരണാധികാരിയുടെ മുഖത്ത് നോക്കി വിരൽ ചൂണ്ടി സംസാരിക്കാനുള്ള അധികാരം നൽകി. മദീന മാർക്കറ്റിന്റെ ചാർജ് സ്ത്രീയെ ഏൽപ്പിച്ചു. ചരിത്രത്തിന്റെ താളുകളിൽ അവരെ ഉന്നത സ്ഥാനത്തേക്ക് എത്തിച്ചു. അവൾക്ക് വിദ്യാഭ്യാസം ചെയ്തു കൊടുക്കണമെന്ന് പഠിപ്പിച്ചു. അവളോട് ഏറ്റവും നന്നായി പെരുമാറുന്നവരാണ് അവരോട് നന്നായി പെരുമാറണം. സ്ത്രീകളോട് ഏറ്റവും നന്നായി പെരുമാറുന്നവരാണ് പുരുഷന്മാരുടെ കൂട്ടത്തിൽ ഉത്തമനെന്ന് വളരെ കണിശമായി പഠിപ്പിച്ചു. പ്രവാചകൻ സ്ത്രീകളോട് ഏറ്റവും മാന്യമായി പെരുമാറി. ഞാൻ പറയുന്നു, റസൂലുള്ളയോട് ഏറ്റവും നിങ്ങൾ കടപ്പെട്ടത് റസൂലുള്ളയോടാണ് സ്ത്രീകൾ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത്. ഇന്നും ആ അനുകൂല സ്ത്രീകൾക്കുണ്ടോ? ഇപ്പോഴും നഗ്ന സംസ്കാരത്തിലല്ലേ അവർ ജീവിക്കുന്നത്? ഇപ്പോഴും വസ്ത്രം ശരിക്ക് ധരിക്കാൻ അനുവാദമുണ്ടോ? ഇപ്പോഴും നമ്മുടെ സ്ത്രീകൾക്ക് നഗ്നത കാണിച്ചെങ്കിൽ മാത്രമല്ലേ പൊതുസമൂഹത്തിൽ അംഗീകാരം കിട്ടുന്നുള്ളൂ. പക്ഷേ ഇസ്ലാമിന്റെ പ്രവാചകൻ സ്ത്രീകളെ ചരിത്രത്തിൽ ഉയർത്തി. നമ്മളിങ്ങനെ ഓരോ വിഷയം എടുത്ത് പരിശോധിച്ച് നോക്കിയേ, അള്ളാന്റെ റസൂല് വരുത്തിയ മാറ്റം ഇന്നും നല്ലല്ല, 1400 കൊല്ലം മുമ്പ് അന്ന്. ഇപ്പൊ നമ്മളൊക്കെ ഒന്നിച്ചിരിക്കുന്നുണ്ടല്ലോ. കേരളത്തിൽ 100-150 കൊല്ലം മുമ്പ് ഇതുപോലൊരു സദസ്സില്ല. അതേസമയം 1500 വർഷം മുമ്പും ഇതുപോലെ മനുഷ്യരെല്ലാവരും വന്നു ചേരാവുന്ന സദസ്സില്ല. പക്ഷേ കാരണം മറ്റുള്ളവരെ തൊടാനോ കാണാനോ പാടില്ല. കേരളത്തിലൊക്കെ അവസ്ഥ എന്തായിരുന്നു? തൊട്ടുകൂടാത്ത ഏത് തേരട്ടക്കും പഴുതാരക്കും ഏത് പുഴുവിനും സഞ്ചരിക്കാം, കാണാം. പക്ഷേ മനുഷ്യൻ തന്നെ പോലെ ഇവിടെ 2 കണ്ണുള്ള, മൂക്കുള്ള, തന്നെ പോലെ 2 കയ്യും കാതുമുള്ള, തന്നെ പോലുള്ള മനുഷ്യരെ കാണാൻ പാടില്ല, തൊടാൻ പാടില്ല. അവർ മണക്കുന്ന വഴിയിലൂടെ നടക്കാൻ പാടില്ല, സൂര്യപ്രകാശത്തിൽ പുറത്തു വരാൻ പാടില്ല. ഇതല്ലേ ഈ നാട്ടിലുണ്ടായിരുന്നത്? പുലയ ജാതിയിൽപ്പെട്ടവൻ പലചരക്ക് കടയിൽ പോയിട്ട് ഉപ്പ് 1 കിലോ വേണമെന്ന് പറഞ്ഞതേ ഓർമ്മയുള്ളൂ. തല്ലിക്കൊന്നില്ലേ ഈ നാട്? തല്ലിക്കൊന്നു. ഉപ്പ് എന്ന് പറയാൻ പാടില്ല, ആ ഭാഷ പ്രയോഗിക്കാൻ പാടില്ല. പുളിച്ചത് എന്നേ പറയാൻ പാടുള്ളൂ. സ്വന്തമായൊരു മാലുണ്ടെങ്കിൽ അത് ഇടാൻ പാടില്ല, കല്ലുമാലയെ കെട്ടാൻ പാടുള്ളൂ, ഭൂമിയിൽ തുപ്പാൻ പാടില്ല, ചിരട്ട കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിലെ തുപ്പാൻ പാടുള്ളൂ. ഇതല്ലേ അള്ളാന്റെ റസൂല് വന്നിട്ട് 1300 വർഷം കഴിഞ്ഞിട്ടും ഈ കേരളത്തിലടക്കം ഇപ്പോഴും അതന്നല്ലേ? ഇപ്പോഴതിൽ ഈ അടുത്തല്ലേ കുറച്ചു മുമ്പ് ഒരു ഹരിജൻ ഓഫീസർ റിട്ടയർ ചെയ്ത് പോയി, പിന്നെ വന്നത് സവർണനായപ്പോൾ ആ കസാരയിൽ ആ സവർണൻ ഇരിക്കൂല. അവസാനം ശുദ്ധി കലശം ചെയ്തിട്ടാണ് മൂപ്പര് പോയി ഇരുന്നത്. ശുദ്ധി കലശം ചെയ്തു എന്ന് നിങ്ങൾ വിചാരിക്കും ശബ്ദവെള്ളം കൊടുത്ത് തെളിച്ചതാന്നല്ല, ചാണകവെള്ളം തെളിച്ചിട്ടാണ് പിന്നെ മൂപ്പര് അവിടെ കുത്തിയിരുന്നത്. ഈ രാജ്യത്ത് നടക്കുന്ന അത്യാചാരങ്ങളല്ലേ? പക്ഷെ അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്തും അങ്ങനെയായിരുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ തൊടാൻ പാടില്ല, തൊട്ടാൽ ഒരുപാട് കഴുകണം. കറുത്ത വർഗത്തിൽപ്പെട്ടവനെ തൊടാൻ പാടില്ല. ബിലാൽ റളിയല്ലാഹു അൻഹു കഅബ കാണാൻ പാടില്ല, കഅബയുടെ അരികത്തേക്ക് വരാൻ പാടില്ല. തൊട്ടുകൂടായ്മ അന്നുണ്ട്. അസമത്വം വളരെ കൃത്യമായിരുന്നു. പക്ഷെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ ഫളല ലി അറബിയിൻ അലാ അജമിയിൻ വലാ ലി അജമിയിൻ അലാ അറബിയിൻ വലാ ലി അബിയദ അലാ അസ്വദ വലാ ലി അസ്വദ അലാ അബിയദ. അറബിക്ക് അനറബിയേക്കാളോ അനറബിക്ക് അറബിയേക്കാളോ വെളുത്തവന് കറുത്തവനേക്കാളോ കറുത്തവന് വെളുത്തവനേക്കാളോ ഒരു ശ്രേഷ്ഠതയുമില്ല. അതുകൊണ്ട് പറയല്ല, അത് നടപ്പാക്കി. ഒരു ദിവസം നട്ടപ്പാതിര നേരത്തെ ഒരു മനുഷ്യൻ റസൂലുള്ളാഹിയുടെ വീട്ടിൽ വന്നിട്ട് വിളിക്കുന്നു. അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചു. റസൂല് ചോദിച്ചു, ആരാ? ഞാനാണ് ബിലാൽ. അള്ളാഹുവിന്റെ റസൂല് വാതിൽ തുറന്നു. ഇരുട്ടിയ സമയല്ലേ, ഇതുപോലെ വിളിച്ചൊന്നുമില്ലല്ലോ. അള്ളാഹുവിന്റെ റസൂൽ ആ ശരീരത്തിൽ വാരി കെട്ടിപ്പുണർന്നു. അന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിൽ നിന്ന് പ്രവഹിച്ച വൈദ്യുത തരംഗം ലോകം അതുവരെ വെച്ചു പുലർത്തിയ സകല അസമത്വത്തിന്റെ ചീട്ടുകൊട്ടാരങ്ങളും തച്ചു തകർക്കാൻ പാകത്തിലായിരുന്നു. പിന്നെ ബിലാൽ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ മജ്‌ലിസിലെ ഉന്നതനാണ്. അവസാനം മക്കം ഫതഹിന്റെ അന്ന് ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ വിജയപ്രഖ്യാപനം നടത്താൻ അല്ലാഹുവിന്റെ റസൂൽ ക്ഷണിച്ചത് അന്ന് എല്ലാ സഹാബാക്കളും ആഗ്രഹിച്ചു എന്നാ പറയുന്നത്. അബൂബക്കർ സിദ്ദീഖ് ആഗ്രഹിച്ചു, റസൂലുള്ളാഹി ചെയ്യുന്നില്ലെങ്കിൽ എന്നെ വിളിച്ചാൽ. എന്തൊരവസരമാണ്! കഅബയുടെ മുകളിൽ ആദ്യമായി ബാങ്ക് വിളിക്കുകയാണ്. ഒരിക്കലേ കഅബയുടെ മുകളിൽ ബാങ്ക് വിളി നടന്നിട്ടുള്ളൂ. എന്നെ റസൂലുള്ള വിളിച്ചെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് ആഗ്രഹിച്ചു, ഉമർ റളിയല്ലാഹു അൻഹു ആഗ്രഹിച്ചു, അലി റളിയല്ലാഹു അൻഹു ആഗ്രഹിച്ചു. പക്ഷെ അല്ലാഹുവിന്റെ റസൂൽ തന്റെ 10,000-കണക്കിന് അനുചരന്മാരുടെ കൂട്ടത്തിൽ നിന്ന് വിളിച്ചു, ഐന ബിലാൽ? എവിടെ ബിലാൽ? കഅബ കാണാൻ പാടില്ലാത്ത, കഅബയുടെ 4,000-ത്തേക്ക് വരാൻ പാടില്ലാത്ത ബിലാൽ എവിടെ? അപ്പുറം മാറി നിൽക്കുന്ന ബിലാൽ റളിയല്ലാഹു അൻഹു തിക്കിത്തിരക്കി കഅബയുടെ അരികത്തിരിക്കുന്ന റസൂലുള്ളാഹിയുടെ അടുത്തേക്ക് വന്നു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ബിലാലെ കയറി, കഅബാലയത്തിന്റെ മുകളിൽ കയറി ബാങ്ക് വിളിക്ക്.
ബിലാൽ റളിയല്ലാഹു അൻഹു സ്തൂപ പോലുള്ള കഅബയുടെ മുകളിൽ കയറാൻ പ്രയാസപ്പെട്ട് നിന്നപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ തന്റെ കൈത്തണ്ട ചുവരിനോട് ചേർത്ത് പിടിച്ചിട്ട് കയറിക്കോളാൻ പറഞ്ഞു. റസൂലുള്ളാഹിയുടെ കയ്യിൽ ചവിട്ടിക്കൊണ്ട് തപ്പിപ്പിടിച്ച് കയറുമ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു താഴെ കുതിർന്നു വീണു. ഉടനെ തന്നെ മുഹമ്മദ് റസൂലുള്ളാഹ് തന്റെ 2 തോളും ബിലാലിന്റെ കാലിനടിയിൽ വെച്ചു കൊടുത്തു. ആ രംഗൊന്ന് നോക്കിയങ്ങള്. കഅബയുടെ 4 അയലത്തേക്ക് വരാൻ പാടില്ലാത്ത ബിലാൽ കഅബാലയത്തിമ തട്ടിപ്പിടിച്ച് ഖുറൈശി തറവാട്ടിലെ മുഹമ്മദ് റസൂലുള്ളാഹിയുടെ തോളിൽ ചവിട്ടി നിൽക്കുന്ന ഒരു രംഗം. അങ്ങനെ ബിലാൽ വീണ്ടും കഅബയുടെ മുകളിൽ കയറി ബാങ്ക് പിടിച്ചപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സകല അസമത്വങ്ങളും തകരുകയായിരുന്നു. അന്ന് ഇസ്ലാം സ്വീകരിച്ച അബൂ സുഫിയാൻ പറഞ്ഞു, പടച്ചോങ്കാത്തിന്റെ വാപ്പ ജീവിച്ചിരിക്കാൻ ഞാൻ ജാഹിലിയ മനസ്സുള്ള എന്റെ വാപ്പ എങ്ങാനും ഈ രംഗം കണ്ടിരുന്നെങ്കിൽ കഅബാലയത്തിന്റെ അരികത്തേക്ക് വരാൻ പാടില്ലാത്ത ബിലാൽ കഅബാലയത്തിന്റെ മുകളിൽ കയറി ബാങ്ക് പിടിക്കുന്ന രംഗം ജാഹിലിയ മനസ്സുള്ള എന്റെ വാപ്പ കണ്ടിരുന്നെങ്കിൽ കഅബാലയത്തിന്റെ തിരുമുറ്റത്ത് എന്റെ വാപ്പ ഹൃദയം പൊട്ടി മരിച്ചേനെ. അബൂ സുഫിയാൻ വീണ്ടും പറയുന്നു, ആരെയാണ് മുഹമ്മദ് മുകളിൽ കയറ്റിയിരിക്കുന്നത്? അബുസീനിയൻ അടിമയായ ബിലാലിനെയോ? ആ ബിലാൽ ആരെയാണ് താഴെ നിർത്തിയിരിക്കുന്നത്? ഖുറൈശി തറവാട്ടിലെ തമ്പുരാക്കന്മാരെയാണ് താഴെ നിർത്തിയിരിക്കുന്നത്. ലോകത്ത് മഹത്തായ വിപ്ലവങ്ങൾ രചിക്കുകയായിരുന്നു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പറഞ്ഞു തീർക്കല്ല, വാത് പറഞ്ഞു തീർക്കല്ല, നടപ്പിന് വരുത്തി. അത് പരിപൂർണമായി സമത്വമുണ്ടാക്കി. അതിലേറ്റവും ശ്രദ്ധേയമാണ് അല്ലാഹുവിന്റെ റസൂൽ നടപ്പാക്കിയ നീതി. നീതി എന്ന് പറയുന്നത് വലിയൊരു വിഷയമാണ്. അല്ലാഹുവിന്റെ റസൂൽ നടപ്പാക്കിയ നീതി ലോകത്ത് നിന്ന് ഏറ്റവും നഷ്ടപ്പെട്ട ഒരു സംഗതി നീതിയാണല്ലോ. അമേരിക്കക്കാരന് അവനിഷ്ടമുള്ള ഒരു നീതിയാണ്. പാവപ്പെട്ട പലസ്തീനിലെ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊല്ലുമ്പോ ഒരു ദാക്ഷിണ്യവും ഒരു കാരുണ്യവും കാണിക്കാത്ത അമേരിക്കക്കാരന്റെ നീതി. അതേസമയം അമേരിക്കയിലെ ഒരു ഭ്രാന്തക്കുട്ടി ഒരു സ്കൂളിൽ കയറി ഏതാനും കുട്ടികളെ കൊല്ലുമ്പോൾ പൊട്ടിക്കരയാൻ അവർക്കറിയാം. കാരണം ഇത് മനുഷ്യരായി കണ്ടിട്ടില്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നീതി എന്താണെന്ന് ഇല്ലാത്ത കാലത്ത് ലോകത്തെ നീതി പഠിപ്പിച്ചു. യഗ്ദിലുഹു വഅഖ്റബു ലിത്തഖ്വ, നീതി കാണിക്കണം, അതാണ് തഖ്വയോട് ഏറ്റവും അടുത്തത്. വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഗ്ദിലു യഗ്ദിലുഹു അഖ്റബു ലിത്തഖ്വ വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ. നമ്മളൊക്കെ അർത്ഥം പഠിച്ചിരുന്നത്, നമ്മളൊക്കെ ചെറുപ്പത്തിൽ അർത്ഥം പഠിച്ച് ഒരു ജനതയോടുള്ള വിരോധം അവരോട് അനീതി കാണിക്കാൻ കാരണമാകരുത്. അങ്ങനെയല്ലല്ലോ അർത്ഥം. ശനആനു ഖൗമിൻ മുദാഫു ഇലൈഹിയാണ്. അഥവാ ഒരു ജനതയുടെ വിരോധം. സംഘപരിവാറിന് നമ്മളോട് വിരോധമുണ്ട്, സയനിസ്റ്റുകൾക്ക് വിരോധമുണ്ട്. പക്ഷേ അനീതി കാണിക്കാൻ പാടില്ല. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തത്വം പഠിപ്പിച്ചു. അങ്ങനെ ഇരിക്കവെയാണ് ഒരു സമ്പന്ന വീട്ടിലെ പെൺകുട്ടി തെറ്റ് ചെയ്തപ്പോൾ ശിക്ഷ ഇളവ് ചെയ്തു കൊടുക്കാൻ പ്രിയപ്പെട്ട ഒരു സഹാബി റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് ചെന്നു. റസൂലേ, നമുക്ക് വേണ്ടപ്പെട്ട കുട്ടിയാണ്, ശിക്ഷയിലുള്ള ഇളവ് ചെയ്തു കൊടുക്കണം. അന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖം ചുവന്നു, റസൂലിന്റെ മുഖം കറുത്ത് വിവർണമായി. അല്ലാഹുവിന്റെ റസൂൽ അന്ന് പറഞ്ഞു, മുൻകാല സമുദായങ്ങൾ ശിക്ഷിക്കപ്പെടാൻ കാരണം അവരുടെ സമ്പന്നർ തെറ്റ് ചെയ്തപ്പോൾ വെറുതെ വിടുകയും പാപങ്ങൾ തെറ്റ് ചെയ്തപ്പോൾ ശിക്ഷിക്കുകയും ചെയ്തതിന്റെ പേരിലാണ്. ഫാത്തിമ ബിന്തു മുഹമ്മദ് എന്റെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ കട്ടാൽ വിടില്ല, ഞാൻ മുറിക്കും അവളുടെ കൈ. ഫാത്തിമന്റെ കരളിന്റെ കഷണമാണ്. പക്ഷേ ഫാത്തിമ കട്ടാൽ ഞാൻ അവളുടെ കൈ മുറിക്കുമെന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പേ മദീനയുടെ ഭരണാധികാരി നീതിയുടെ ഏറ്റവും വലിയ സൂത്രവാക്യം പ്രഖ്യാപിച്ചു. നമ്മൾ പഠിക്കണം. ആ നീതി നടപ്പാക്കി. ആ റസൂലുള്ളാഹിയുടെ സ്കൂളിൽ പഠിച്ച കുട്ടികളാ, ആ റസൂലുള്ളാഹിയുടെ പാഠശാലയിലും മദ്രസയിലും പഠിച്ച കുട്ടികളാ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, അവരെ പോലെയുള്ള സഹാബാക്കളായ നീതിമാന്മാരായ ഭരണാധികാരികൾ. അവർ ലോകത്തെ വിസ്മയിപ്പിച്ചില്ലേ? അവർ ലോകത്തെ വിസ്മയിപ്പിച്ചു. അംർ ബിൻ ആസ് എന്ന് പറയുന്ന പ്രഗത്ഭനായ, ഇസ്ലാം സ്വീകരിക്കാത്തിരി വൈകിയോണ്ട് ഖലീഫായില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനത്തെ പ്രഗത്ഭനായ ദുഷണാശാലിയായ അംർ ബിൻ ആസ് എന്ന് പറയുന്ന ഈജിപ്തിന്റെ ഗവർണർ, അദ്ദേഹത്തിന്റെ മകൻ ഒരു കോപ്റ്റി ക്രിസ്ത്യാനി പയ്യനെ പിടിച്ചടിച്ചപ്പോൾ അവൻ ഉമർ റളിയല്ലാഹു അൻഹു കേസ് പറഞ്ഞു. മദീന മസ്ജിദുൻ നബവി തെരഞ്ഞെടുത്തു ഉമർ റളിയല്ലാഹു അൻഹു. മസ്ജിദുൻ നബവിയിലേക്ക് ആ പയ്യനെ വിളിപ്പിച്ചു. തൊട്ടടുത്ത അംർ ബിൻ ആസ്, ഇപ്പുറത്തെ ഉമർ റളിയല്ലാഹു അൻഹു. മുസ്ലിം സമൂഹത്തിലെ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ പള്ളിയിൽ കോപ്റ്റി ക്രിസ്ത്യാനി പയ്യനോട് ചോദിച്ചു, ഇവൻ നിന്നെ അടിച്ചു, അന്യായമായി അടിച്ചിട്ടുണ്ടോ? ശരി, എന്നാ അടിച്ചോ? ഒരു മുണ്ടം പടിയിട്ട് കൊടുത്തു. അവൻ 4 അടി അങ്ങ് അടിച്ചു. അടി കണ്ടപ്പോ അംർ ബിൻ ആസ് വാപ്പ ധൈര്യമായി സുഹൃത്തുകൂടിയായ ഉമർ റളിയല്ലാഹുവിന്റെ മുഖത്തേക്ക് നോക്കി. ഉമർ റളിയല്ലാഹു അൻഹു തിരിഞ്ഞിരുന്നു. അടി കഴിഞ്ഞപ്പോ ചോദിച്ചു, മതിയായോ? മതി, ഇനി അടിക്കണോ? വേണ്ട. ഇവൻ ഗവർണറുടെ അവകാശം ഉപയോഗപ്പെടുത്തിയല്ല അടിച്ചത്. താങ്കൾക്ക് ഗവർണർ അടിക്കണോ? അംർ ബിൻ ആസിനെ അടിക്കണോ? അവൻ പറഞ്ഞു, അയ്യോ വേണ്ട, എനിക്ക് ഈ പയ്യനെ അടിച്ചാൽ മതി, ഇത് തന്നെ വലിയ നീതിയാണ്.
എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, മത്താ അസ്താബത്തുൻ നാസ് ഫഖദ് വലതുഹും ഉമ്മഹത്തുഹും മഖറാ. അംർ ബിൻ ആസ്, എന്നാണ് ജനങ്ങളെ അടിമകളാക്കാൻ അള്ളാഹു താങ്കൾ അനുവദിച്ചത്? അവരുടെ ഉമ്മമാർ അവരുടെ കുഞ്ഞുങ്ങളെ സ്വതന്ത്രരായിട്ടാണ് പെറ്റത്. ലോകത്ത് നീതി എന്താണെന്ന് പഠിപ്പിച്ചത് മുഹമ്മദ് റസൂലുള്ളാഹിയുടെ അനുചരന്മാരിലൂടെയാണ്. മുഹമ്മദ് റസൂലുള്ളാഹിയുടെ അനുചരന്മാർ പറഞ്ഞാൽ തീരാത്ത വിഷയമാണത്. ആ കാരണം ആ റസൂലിനെ അള്ളാഹു താല പഠിപ്പിച്ചതും നീതിയാണ്. ഒരു മുസ്ലിം ദുർബല നിമിഷത്തിൽ പടയങ്കി കട്ടപ്പോൾ ആ പടയങ്കി കണ്ടുപിടിക്കുമെന്ന ഘട്ടമെത്തിയപ്പോൾ നാട്ടുകാരെ കുടുംബക്കാരൊക്കെ വിളിച്ചുകൂട്ടി കട്ടത് ഞാനാണെന്ന് അയാൾ പറയുന്നു. അവസാനം അതൊരു ജൂതന്റെ വീട്ടിൽ കൊണ്ടുപോയി വെക്കാൻ ഗൂഢാലോചന നടക്കുന്നു. ജൂതന്റെ വീട്ടിൽ നിന്ന് പടയങ്കി കെട്ടപ്പോ പ്രവാചകൻ ജൂതനെ പ്രതിയാക്കുന്നു. പക്ഷെ അല്ലാഹു തആല ഇടപെട്ടിട്ട് സൂറത്തുൻ നിസായിൽ പറഞ്ഞു, വലാ തുജാദിൽ അനില്ലദീന യഖ്താനൂന അൻഫുസകും, സ്വന്തത്തോട് വഞ്ചന നടത്തുന്ന ആളുകൾക്ക് വേണ്ടി പ്രവാചകനെ വാദിക്കേണ്ട. യസ്തഖ്ഫൂന മിനന്നാസ്, ജനങ്ങളിൽ നിന്ന് അവർ മറച്ചു വെക്കുന്നു. വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്, ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കാൻ പറ്റൂല. വഹുവ മഅഹും ഇദ് യുബയ്യിതൂന മാ ലാ യർളാ മിനൽ ഖൗൽ, രാത്രി ഗൂഢാലോചന നടത്തുമ്പോൾ അവരുടെ കൂട്ടത്തിൽ അല്ലാഹുണ്ടായിരുന്നു. കട്ടത് മുസ്ലിമാണ്, നിരപരാധി യഹൂദരാണ്. കഴിഞ്ഞ 14 നൂറ്റാണ്ടായി മുസ്ലിം സമൂഹം പാരായണം, ലോകത്തെ ജനത പാരായണം ചെയ്യുന്ന വിശുദ്ധ ഖുർആനിൽ ഒരു പേജോളം വരുന്ന വിഷയം നമ്മൾ പഠിക്കുന്നു. ലോകത്തിന് നീതി പഠിപ്പിച്ചത് റസൂലുള്ളാഹിയാണ്. ഏത് വിഷയം അങ്ങനെയാണ്. ഞാൻ പറയുന്നത് ലോകത്തെ മാറ്റിമറിച്ചു റസൂൽ. മറ്റൊരു കാര്യം, ഏറ്റവും നല്ല മാതൃക റസൂലിലാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, അല്ലാഹുവിന്റെ റസൂലിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയാണ്. ഈ ആയത്ത് നിങ്ങൾക്കറിയാം, അഹ്സാബ് സൂറത്തിലാണത്. ഒരെണ്ണം അഹ്സാബ് സൂറത്തിലാണ്. അഹ്സാബ് യുദ്ധത്തിന്റെ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനിടക്കാണ് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, അല്ലാഹുവിന്റെ റസൂലിൽ ഉത്തമമായ മാതൃക ഉണ്ട് എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ സമുദായം പലപ്പോഴും ഉത്തമ മാതൃക വലത്തെ കൈകൊണ്ട് പിടിക്കണം, ഇടത്തെ കൈകൊണ്ട് അങ്ങനെ ചെറിയ താടി ഒന്ന് നീട്ടണം, അല്ലെങ്കിൽ മുണ്ടൊന്ന് ശരിയാക്കണം, ഇതിൽ മാത്രം പരിമിതപ്പെടുത്തുന്നു. അതൊക്കെ സുന്നത്തുകൾ തന്നെയാണ്. പക്ഷേ റസൂലിന്റെ സുന്നത്ത് അവിടെ പറഞ്ഞത് ഉഹുദി അഹ്സാബ് യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ ഒരു നേതാവ് കാണിക്കേണ്ട ഉദാത്തമായ മാതൃക റസൂലിലുണ്ട് എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ആ റസൂല് സഹാബാക്കളുടെ കൂടെ പാറ വെട്ടുന്നു, ആ റസൂലും അവരുടെ കൂടെ വിശക്കുന്നു, ആ റസൂലും അവരുടെ കൂടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്നു. അഥവാ റസൂലിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് എന്നതാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു ഗുണവിശേഷം എടുത്തോളൂ, അതിൽ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് റസൂലുള്ളാഹി ആയിരിക്കും. റസൂലുള്ളാഹിയാണ്. കാരുണ്യമെന്ന ഗുണവിശേഷം എടുത്തോളൂ, റസൂലുള്ളാഹി ആയിരിക്കും ഒന്നാം സ്ഥാനത്ത്. സത്യസന്ധത എടുത്തോളൂ, റസൂലുള്ളാഹി ആയിരിക്കും ഒന്നാം സ്ഥാനത്ത്. ഏത് നന്മയും ഏത് സദാചാര മൂല്യങ്ങളെയും നിങ്ങൾ എടുത്തോളൂ, ഏറ്റവും വലിയ മാതൃക മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരിക്കും. കാരണം ഇപ്പോൾ ഉദാഹരണം കാരുണ്യം എടുത്തോളൂ. ഞാൻ പറയുന്നു, റസൂലുള്ളാഹിനെ പോലെ കാരുണ്യം കാണിച്ചൊരു മനുഷ്യന്റെ ചരിത്രത്തിൽ നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ പറ്റുമോ? നമ്മൾ ചിലപ്പോൾ പക്ഷികളോട്, പറവകളോട്, പാപങ്ങളോട്, സാധാരണക്കാരോടൊക്കെ കരുണ കാണിച്ചേക്കും നമ്മൾ. പക്ഷെ ശത്രുവിനോട് കരുണ കാണിക്കും. തായിഫ് ജനത കല്ലെറിഞ്ഞ് പീഡിപ്പിച്ചപ്പോ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമ വന്നത്, അള്ളാന്റെ പക്കൽ നിന്നാ വന്നത്, അള്ളാഹുവിന്റെ അനുമതിയുമായിട്ടാ വന്നത്. താങ്കൾ അനുവദിച്ചാൽ പർവ്വതത്തിന്റെ മലായിക്കട്ടുകളെ വിട്ടുകൊണ്ട് തായിഫ് ജനതയെ ഈ മലമുടുക്കിലിട്ട് നശിപ്പിക്കാമെന്ന് പറഞ്ഞപ്പോൾ കാരുണ്യത്തിന്റെ റസൂല് പറഞ്ഞതെന്താ? അല്ലാഹുമ്മ ഗ്ഫിർ ലിഖൗമി ഇന്നഹും ലാ യഅലമൂൻ. മക്ക തിരിച്ചു പിടിക്കുന്ന ഒരു ഘട്ടം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ആ മക്കയിൽ നിന്ന് പോകുന്ന രംഗം, തിരിച്ച് വിജയശ്രീലാളിതനായി മുഹമ്മദ് റസൂലുള്ള വരികയാണ്. അന്ന് മക്കക്കാരൊരൊറ്റ വർത്താനം, ആരാണ് വരുന്നത്? അബ്ദുള്ളയുടെ മോൻ മുഹമ്മദ്. ആ മുഹമ്മദിന്റെ നേരെ നമ്മൾ കാർക്കിച്ച് തുപ്പിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് നമ്മൾ ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അനുചരന്മാരെ ചുട്ടുപഴുത്ത മണലാരണത്തിൽ വലിച്ചഴിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നേരെ എല്ലാ അക്രമങ്ങളും നമ്മൾ അഴിച്ചുവിട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ മക്കയിൽ നിന്ന് നമ്മൾ പുറത്താക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ തലക്ക് 100 ഒട്ടകം ഇനാം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ബദറിലും മുഹദിലും പരീക്ഷിച്ചിട്ടുണ്ട്. ഇപ്പതാ മുഹമ്മദ് വിജയശ്രീലാളിതനായി തിരിച്ചു വരുന്നു. മുഹമ്മദ് പച്ച കരളുള്ള മനുഷ്യനാണോ? പ്രതികാരം ചെയ്തിരിക്കും, ഉറപ്പാ. പക്ഷേ മക്കയുടെ അതിർത്തിയിലെത്തിയ കാരുണ്യത്തിന്റെ റസൂല് പറഞ്ഞു, യാ അഹ്ല മക്ക, യാ അഹ്ല മക്ക ഇദ്ഹബു അൻതും തുലഖാ ലാ തസ്രീബ അലൈക്കുമുൽ യൗം. മക്കക്കാരെ, നിങ്ങൾ സ്വതന്ത്രരാണ്, നിങ്ങൾക്കെതിരെ ഒരു പ്രതികാര നടപടിയുമില്ല, പൊയ്ക്കൊള്ളുക. മക്കക്കാർക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല, പക്ഷേ നടപ്പാക്കി. അല്ലാഹുവിന്റെ റസൂലിന്റെ മക്കയിൽ പറ്റി. അതാ വരുന്ന 2 സ്ത്രീകളെ, 2 പേരും മുഖം മറച്ചിട്ടുണ്ട്. ആദ്യത്തെ സ്ത്രീ മുഖമക്കനങ്ങോട്ട് മാറ്റി, അസ്സലാമു അലൈക്കും യാ റസൂലുള്ളാഹ്. മറ്റാരുമല്ല, അബൂ സുഫിയാന്റെ ഭാര്യ ഹിന്ദ്. ഹംദ റളിയല്ലാഹുവിനെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയ ഹിന്ദ്, അദ്ദേഹത്തിന്റെ കരൾ ചമച്ചു തുപ്പിയ ഹിന്ദ്, വഹ്ഷിയെ കൊണ്ട് കൊല്ലിച്ച ഹിന്ദ്. അസ്സലാമു അലൈക്കും യാ റസൂലുള്ളാഹ്.
വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹ്. അല്ലാഹുവിന്റെ റസൂൽ മറുപടി കൊടുത്തു. രണ്ടാമത്തെ സ്ത്രീ ആരാണെന്ന് അറിയാമോ? ഇസ്ലാമിന്റെ പ്രവാചകന്റെ ബദ്ധശത്രു അബൂജഹലിന്റെ മകൻ ഇക്രിമയുടെ ഭാര്യ, അബൂജഹലിന്റെ മരുമകൾ. അവര് അള്ളാന്റെ റസൂലിനോട് ഒരു കാര്യം പറയാനുണ്ട്. അള്ളാന്റെ റസൂലെ, എന്റെ ഭർത്താവ് താങ്കളെ പേടിച്ച് യമനിലേക്ക് നാട് കടക്കുകയാണ്, നാട് വിട്ടോടുകയാണ്, ചിത്തപടി കടൽ കടന്ന് പോകാൻ നിൽക്കുകയാണ്. എന്റെ ഭർത്താവിനെ എനിക്ക് തിരിച്ചു തരണം, അദ്ദേഹത്തിന് മാപ്പ് കൊടുക്കണം റസൂലെ. അള്ളാന്റെ റസൂല് പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിന് മാപ്പ് കൊടുത്തിട്ടുണ്ട്, എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്, വരാൻ പറ. പക്ഷെ ആ സ്ത്രീ സമ്മതിക്കില്ല. അള്ളാന്റെ റസൂലെ, ഇക്രിമ വിശ്വസിക്കൂല. പ്രവാചകൻ വീണ്ടും പറഞ്ഞു, ഞാൻ പറഞ്ഞു എന്ന് പറ, തിരിച്ചു വരാൻ പറ. പക്ഷേ ആ സ്ത്രീ സമ്മതിച്ചില്ല. അവസാനം അള്ളാന്റെ റസൂല് തന്റെ തലപ്പാവ് ഇക്രിമയുടെ കയ്യിൽ കൊടുക്കുകയാണ്. എന്നിട്ട് ആ തലപ്പാവ് കാണിച്ചിട്ട് റസൂൽ പറഞ്ഞു, ഇത് കാണിച്ചു പറ, മുഹമ്മദ് റസൂലുള്ള മാപ്പ് നൽകിയതിന്റെ ചിഹ്നമായി ഇത് കാണിക്ക്. നിങ്ങൾ നോക്കിയേ, ഏതാനും വർഷം കഴിയുമ്പോഴേക്കും മക്കപ്പത്തിന്റെ അബൂജഹലിന്റെ മരുമകളെ അള്ളാന്റെ റസൂലിന്റെ തലപ്പാവ് പിടിച്ച് ഇക്രിമയെ കൊണ്ടുവരികയാണ്. നമ്മൾ മനസ്സിലാക്കണം, കാരുണ്യത്തിന്റെ റസൂൽ. ഈ തലപ്പാവിന്റെ ഉള്ളിലാ ഡെൻമാർക്കാരെ ബോംബ് വെച്ചിട്ട് കാർട്ടൂൺ ചിത്രം വരക്കുന്നത്. അവൻക്കറിയോ ഈ തലപ്പാവിന്റെ മഹത്വം? അവനറിയോ റസൂലുള്ളാഹിയുടെ മഹത്വം? ഈ റസൂലിനെ ഉമ്മയെക്കാളെ സ്നേഹിക്കുന്ന 200 കോടി മനുഷ്യർ ഈ ലോകത്ത് ജീവിക്കുന്നു എന്നത് വലിയൊരു വസ്തുതയായി നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ആ കാരുണ്യം എന്ന നന്മടുത്തോളം അതിൽ ഏറ്റവും മുന്നിൽ റസൂലാണ്. ഞാൻ പറഞ്ഞു വരുന്ന ഇങ്ങനെ പറഞ്ഞാൽ തീരാത്ത വിഷയം. ഏത് മാതൃക എടുത്താലും ഒന്നാം സ്ഥാനത്ത് അല്ലാഹുവിന്റെ റസൂലിൽ മാതൃകയുണ്ട്. അത് ഏതെങ്കിലും ഒരു വിഷയത്തിലല്ല. ആത്മീയ രംഗത്തുണ്ട്, കുടുംബജീവിത രംഗത്തുണ്ട്, സാമൂഹിക ജീവിതത്തിലുണ്ട്, സാമ്പത്തിക രംഗത്തിലുണ്ട്, പെരുമാറ്റത്തിലുണ്ട്. അത്യുത്തമമായ പെരുമാറ്റ മര്യാദ. ആ റസൂലിന് എല്ലാവരെയും ചേർത്ത് പിടിച്ചിരുന്നു, എല്ലാവർക്കും ആശ്വാസം പകർന്നിരുന്നു. ആ പ്രവാചകൻ ധീരനായിരുന്നു. അതാ മദീനയിലെ ഒരു സ്ഫോടനം, വലിയ ശബ്ദം, ആളുകളൊക്കെ ഒന്ന് ബേജാറായി, എല്ലാവരും ഒന്ന് പേടിച്ചു നിന്നപ്പോ ശബ്ദം കേട്ട സ്ഥലത്ത് നിന്ന് റസൂല് തിരിച്ചു വരുന്നു. പേടിക്കണ്ട, ഞാൻ പോയി നോക്കി, ഒരു കുഴപ്പമില്ല. ധീരനായിരുന്നു റസൂല്, എല്ലാമായിരുന്നു റസൂല്. ആ റസൂലിന്റെ ജീവിതം ലോകത്തിന് മാതൃകയാണ്. അദ്ദേഹം ഉന്നത സ്ഥാനങ്ങളിൽ, വലിയ കൊട്ടാരങ്ങളിൽ വസിച്ച ഭരണാധികാരിയല്ല, ചെറിയ ലാളിത്യത്തിന്റെ ജീവിതം നയിച്ച പ്രവാചകനാണ്. മുഹമ്മദിൻ കൂട്ടാന്ന് പ്രാർത്ഥിച്ച പ്രവാചകൻ. പടച്ചോനെ, മുഹമ്മദിന്റെ കുടുംബത്തിന് അരിഷ്ടിച്ച ഭക്ഷണം തരണേ, അരിഷ്ടിച്ച ഭക്ഷണം. അദ്ദേഹം ലളിതമായി ജീവിച്ചു. അദ്ദേഹത്തിന്റെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ വളരെ കൃത്യമായി തന്നെ പറഞ്ഞില്ലേ, എന്റെ പുണ്യപ്രവാചകൻ 2 ദിവസം വയറു നിറയെ ഭക്ഷണം കഴിച്ചിട്ടില്ല. ആ പ്രവാചകന്റെ വീട്ടിൽ മാസങ്ങളോളം തീ പുകഞ്ഞിട്ടില്ല, പച്ചക്കാരൊക്കെ നിന്നിട്ടാണ് ജീവിച്ചത്. ആ പ്രവാചകൻ പലപ്പോഴും വിശന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് പച്ചവെള്ളം കിട്ടുമ്പോ എന്ന് കരഞ്ഞു പറഞ്ഞിട്ടുണ്ട്. ലോകത്തിന് മാതൃകയായിരുന്നു റസൂൽ. ആ റസൂലിന്റെ ശരീരത്തിൽ കിടന്ന ഈന്തപ്പന വള്ളിയുടെ പാടുകൾ, ആ വെളുത്ത ചുവന്ന മേനിയിൽ ചുവന്ന പാടുകൾ സൃഷ്ടിച്ചപ്പോൾ ഒരു സഹോദരി ഒരു കോസടി കൊടുത്തയച്ചു. അതുപോലും ആ പ്രവാചകൻ നിരസിച്ചു. അദ്ദേഹത്തോട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലേ, താങ്കൾ എന്തിനാണ് ഇങ്ങനെ അധിഷ്ഠിച്ച ജീവിതം നയിക്കുന്നത്? കിസ്റ രാജാക്കന്മാരും കൈസർ രാജാക്കന്മാരും അവരുടെ കോട്ടകൊത്തളങ്ങളിൽ മതിച്ച് ജീവിക്കുമ്പോൾ താങ്കൾ എന്തിനിങ്ങനെ പ്രയാസപ്പെടണം? ഉമറേ, വേണ്ട, അവരൊക്കെ ദുനിയാവിന്റെ ജീവിതമാണ്. ഞാൻ പാരത്രിക ജീവിതം ലക്ഷ്യം വെച്ച ഇസ്ലാമിന്റെ പ്രവാചകനാണ്. മാതൃകയായിരുന്നു അല്ലാഹുവിന്റെ റസൂൽ. അല്ലാഹുവിന്റെ റസൂൽ മാതൃകയായിരുന്നു. അവർക്ക് ആവേശം പകർന്നിരുന്നു. മഹാനായ സുലൈമാൻ നബി പറഞ്ഞതുപോലെ, നിങ്ങൾ ആരാകട്ടെ, എന്താകട്ടെ, സയ്യിദ് സുലൈമാൻ നബി പറഞ്ഞ പോലെ ഏത് ഘടനയിൽപ്പെട്ട ആളാകട്ടെ, നിങ്ങൾക്കൊക്കെ മുഹമ്മദ് റസൂലുള്ളാഹിൽ മാതൃകയുണ്ട് എന്നതാണ് പ്രത്യേകത. ഇത് റസൂലായിട്ട് നന്നാകാൻ വിചാരിച്ച് നന്നായതല്ല. അല്ലാഹു തആല ഭൂലോകത്ത് വരാനിരിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും മാതൃകയായി ഒരു മനുഷ്യനെ സെറ്റ് ചെയ്തതാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. അതുകൊണ്ട് നിങ്ങൾ ആരാകട്ടെ, എന്താകട്ടെ, നിങ്ങൾക്കൊക്കെ റസൂലിന് മാതൃകയുണ്ട്. നിങ്ങളൊരു പിതാവാണോ, ആ പിതാവാണോ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഉപ്പയിൽ നിങ്ങൾക്ക് നല്ല മാതൃകയുണ്ട്. നിങ്ങളൊരു ഭർത്താവാണോ, ആയിഷ റളിയല്ലാഹു അൻഹ ഉമ്മഹാത്തുൽ മുഅ്മിനാത്തിന്റെ ഭർത്താവിൽ നല്ല മാതൃകയുണ്ട്. നിങ്ങളൊരു മകനാണോ, ആമിന ബീവിയുടെയും അബ്ദുൽ മുത്തലിബിന്റെയും അബൂ താലിബിന്റെയും ഒക്കെ മകനായി ജീവിച്ച ആ റസൂലിൽ നിങ്ങൾക്ക് നല്ല മാതൃകയുണ്ട്. നിങ്ങളൊരു ഭരണാധികാരിയാണോ, ഏറ്റവും നല്ല ഇസ്ലാമിക ഭരണകർത്താവായ റസൂലിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട്. നിങ്ങളൊരു യോദ്ധാവാണോ, പച്ചിലകൾ വീഴ്ത്തരുത്, കുട്ടികൾ ആക്രമിക്കരുത്, ഉറുമ്പുകളെപ്പോലും നശിപ്പിക്കരുതെന്ന് പറഞ്ഞ യുദ്ധത്തിന്റെ മര്യാദ ലോകത്തെ പഠിപ്പിച്ച യോദ്ധാവായ റസൂലിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട്. നിങ്ങളൊരു സർവ്വസൈന്യാധിപനാണോ, തന്റെ അനുചരന്മാരെ ആവേശം കൊടുക്കുന്ന റസൂലിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട്. നിങ്ങളൊരു പ്രഭാഷകനാണോ, ചുരുങ്ങിയ വാക്കുകളിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന റസൂലിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട്.
നിങ്ങൾ സമ്പന്നനാണോ? അളവറ്റ ഇസ്ലാമിക സമ്പത്തിന്റെ കൈകാര്യകർത്താവകാശം ഉണ്ടായിരുന്ന റസൂലിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട്. നിങ്ങൾ ദരിദ്രനാണോ? പട്ടിണി കിടന്ന് ജീവിച്ച റസൂലിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട്. നിങ്ങളൊരു വിദ്യാർത്ഥിയാണോ? ജിബ്രീൽ അലൈഹി ഇസ്ലാമിന്റെ മുമ്പിലിരുന്ന് പഠിക്കുന്ന റസൂലിൽ മാതൃകയുണ്ട്. നിങ്ങൾ ആരുമാകട്ടെ എന്തുമാകട്ടെ നിങ്ങൾക്കൊക്കെ അല്ലാഹുവിന്റെ റസൂലിൽ മാതൃകയുണ്ട്. അതാണ് റസൂൽ. അതുകൊണ്ട് ആ ജീവിതം സമ്പൂർണ്ണമാണ്, എല്ലാ അർത്ഥത്തിലും പൂർണ്ണത ഉള്ള ഒന്നാണ്. നമ്മളൊക്കെ വിചാരിക്കണ പോലെ അല്ലാഹുവിന്റെ റസൂൽ ഒരു വെള്ളക്കുപ്പായോ വെള്ളത്തുണി ഒരു നീണ്ട താടിയൊക്കെ വെച്ചിട്ട് ഏതോ അട്ടത്തിങ്ങനെ കുത്തിയിരിക്കുന്ന ഒരു മല്ലാക്ക പോലെ നമ്മുടെ മനസ്സിൽ വരരുത്. പകരം ആ റസൂല് ജീവിക്കുന്ന സമൂഹത്തിൽ സജീവനായിരുന്നു. റസൂലുള്ളാഹിനെ ഖുർആൻ പരിചയപ്പെടുത്തിയെങ്ങനെ? الذين يتبعون الرسول الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل يأمرهم بالمعروف وينهاهم عن المنكر ويحل لهم الطيبات ويحرم عليهم الخبائث ويضع عنهم إصرهم والأغلال التي كانت عليهم. തൗറാത്തിലും ഇൻജീലിലും രേഖപ്പെടുത്തപ്പെട്ട നിരക്ഷരനായ പ്രവാചകൻ നന്മ കൽപ്പിക്കുന്നു, തിന്മ വിരോധിക്കുന്നു, നല്ലത് അനുവദിക്കുന്നു, മ്ലേച്ഛകാര്യങ്ങൾ വിലക്കുന്നു. ആ റസൂൽ ആ ജനങ്ങളെ മതിച്ചുകൊണ്ടിരിക്കുന്ന ഭാരം ഇറക്കി വെക്കുന്നു, ജനങ്ങളെ വലിഞ്ഞു മുറുക്കിയ ചങ്ങലക്കെട്ട് പൊട്ടിക്കുന്നു. ഇങ്ങനെ അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് ഖുർആൻ പരിചയപ്പെടുത്തിയത്. അതുകൊണ്ട് ആ റസൂലിനെ നമുക്ക് കാണാൻ കഴിയും. റസൂൽ ദീർഘനേരം നിന്ന് നമസ്കരിക്കും, അദ്ദേഹത്തിന്റെ കാലിൽ നീര് വരും, ദീർഘനേരം പ്രാർത്ഥിക്കും. ഏറ്റവും നല്ല അബ്ദുൻ ശക്കൂർ, നന്ദിയുള്ള ദാസനായിരുന്നു റസൂൽ. പക്ഷെ ആ റസൂൽ പള്ളികളിൽ തടഞ്ഞിരിക്കുന്ന മനുഷ്യനായിരുന്നില്ല, ജനങ്ങളുടെ ക്ഷേമം അന്വേഷിച്ചിറങ്ങി നടക്കുന്ന പ്രവാചകനായിരുന്നു. അതുകൊണ്ട് ജനങ്ങൾ എന്താവശ്യം ഉന്നയിച്ചോ അവരുടെ പ്രശ്നം പരിഹരിക്കാൻ ആ റസൂൽ ഉണ്ടായിരുന്നു. അതാ മക്കയിൽ നിൽക്കാൻ ഒരു സ്ഥലമില്ലാത്ത ഘട്ടത്തിൽ, ഒരു ഓഫീസും പള്ളിയില്ലാത്ത കാലത്ത് പ്രവാചകനെതിരെ, സഹാബാക്കൾക്കെതിരെ ക്രൂരമായ മർദ്ദനങ്ങൾ അടിച്ചുവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഒരു ചെറുപ്പക്കാരൻ മക്കയിലേക്ക് വരികയാണ്. അയാൾ വന്നിട്ട് മക്കയിലെ മുശ്രിക്കുകളോട്, നേതാക്കന്മാരോട് പറഞ്ഞു, എനിക്ക് അബൂജഹലത്തിന് പൈസ തരാണ്ട്, താങ്കളൊന്ന് വാങ്ങിത്തരുമോ? മുശ്രിക്ക് നേതാക്കന്മാർക്ക് ഒരു തമാശ തോന്നി. അവര് ഒരുപാട് തവണ ചോദിച്ചിട്ട് കിട്ടാത്ത കിട്ടാക്കുറ്റി കാശാണ്. അവര് പറഞ്ഞു, ഇപ്പം അത് വാങ്ങിത്തരാൻ പറ്റിയ ഒരാൾ ഈ നാട്ടിലുണ്ട്, ദേ നിൽക്കണ്, അദ്ദേഹത്തോട് പോയി പറ. മുഹമ്മദ് റസൂലുള്ളാഹിയെ ചൂണ്ടിക്കാണിച്ചു. ഈ വന്ന മനുഷ്യന് പാപം റസൂലിനെ അറിയില്ലായിരുന്നു. അയാൾ വിചാരിച്ചിട്ടുണ്ടാവും ഇവിടുത്തെ മക്കയിലെ നല്ലൊരു കൊട്ടേഷൻ ആളായിരിക്കും കരുതിണ്ടാവും. പാപം മുഹമ്മദ് റസൂലുള്ളാഹിയുടെ അടുത്ത് എന്ന് പറഞ്ഞു, എനിക്ക് അബൂജഹൽ കുറച്ച് കാശ് തരാനുണ്ട്, ഒന്ന് വാങ്ങിത്തരും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ സമുദായം പ്രവാചകനെ കാണുന്ന ഒരു കാഴ്ചപ്പാടനുസരിച്ച് അള്ളാന്റെ റസൂൽ എന്ത് മറുപടി കൊടുക്കും? ചിലപ്പോൾ റസൂൽ പറയും, അയ്യോ മോനെ, ഇത് ഞാൻ ഈ മുഹമ്മദ് നബി എന്ന് പറഞ്ഞ ആളാ, പള്ളിക്കൽ ഇമാമത്ത് നിൽക്കുക, ഖുർആൻ ഓതി കൊടുക്കുക, അതൊക്കെയാണ് നമ്മളെ പരിപാടി. അല്ലാതെ ഈ കിട്ടാക്കുറ്റി കാശ് വാങ്ങിത്തരലൊന്നും നമ്മളെ പരിപാടിയല്ല എന്നാണ് പറയേണ്ടിയിരുന്നത്. അതല്ലെങ്കിൽ മുഹമ്മദ് റസൂലുള്ള പറയണം, ഞങ്ങളെ കാര്യം തന്നെ അവിടെ കഷ്ടത്തിലാണ്, പിന്നെ നിങ്ങളെ കാര്യം വാങ്ങിത്തരാം, അങ്ങനെയൊക്കെ പറയാം. പക്ഷേ നീ ഞങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ആളാണെന്നും വേണമെങ്കിൽ ചോദിച്ചേക്കാം. പക്ഷെ ഒന്നും നോക്കിയില്ല. അല്ലാഹുവിന്റെ റസൂൽ ആ മനുഷ്യന്റെ കൈ പിടിച്ചു, നേരെ അബൂജഹലിന്റെ വീട്ടിലേക്ക്, അബൂജഹലിന്റെ വാതിലിൽ മുട്ടി. അബൂജഹൽ പുറത്തേക്ക് വന്നു. നബി ചോദിച്ചു, ഇയാൾക്ക് കാശ് കൊടുക്കണ്ട, ഉണ്ടെങ്കിൽ എടുത്തു കൊടുക്കേ. നബി ഗർജിച്ചു. അബൂജഹൽ ആ കാശെടുത്താ കൊടുത്തു. മറ്റാൾ ബോധം കെട്ടില്ല എന്നുള്ള ഇത്രയും വലിയ കൊട്ടേഷൻ മൂപ്പര് വിചാരിച്ചിട്ടില്ല. കാരണം അപ്പോഴേക്കും ആ കാശ് കിട്ടി. നബിയോട് ഒരുപാട് താങ്ക്സ് പറഞ്ഞ് ഇതുപോലൊരു മനുഷ്യനെ ചൂണ്ടിക്കാണിച്ചെന്ന മക്കാ മുശ്രിക്കുകളോട് താങ്ക്സ് പറയാൻ വേണ്ടി അയാളെ ചെന്നു. മക്കാ മുശ്രിക്കുകൾ കരുതിയത് ഇപ്പൊ ഇടിയും തൊഴുത്തൊക്കെ കിട്ടി ഒരു വഴിക്കായിട്ടാവുന്ന കരുതിയിരിക്കുന്ന മക്കയിലെ മുശ്രിക്കുകളോട് അയാൾ എന്നിട്ട് പറയാണ്, എനിക്ക് കാശ് കിട്ടി കേട്ടോ. അയാൾ വാങ്ങിച്ചു തന്നു. മക്കാ മുശ്രിക്കുകൾ ഞെട്ടിപ്പോയി. അവർ നേരെ അബൂജഹലിന്റെ വീട്ടിൽ പോയി. അബൂജഹലിനോട് ചോദിച്ചു, എന്ത് പണിയാ കാണിച്ചത്? മുഹമ്മദ് വന്ന് ചോദിക്കുമ്പോഴേക്ക് കാശെടുത്ത് കൊടുക്കേ. അന്ന് അബൂജഹൽ പറഞ്ഞൊരു വർത്താനുണ്ട്, ഞാൻ സാധാരണ കണ്ടൊരു മനുഷ്യനെയല്ല കണ്ടത്. മുഹമ്മദന്റെ വീട്ടിന്റെ ഉമ്മറപ്പടിയിൽ വന്നിട്ട് അവകാശം നിഷേധിക്കപ്പെട്ട ആ മനുഷ്യന്റെ അവകാശം വാങ്ങിക്കൊടുക്കാൻ വേണ്ടി കാശ് ചോദിച്ചു വന്നപ്പോ ആ മുഹമ്മദിന്റെ തോളത്തിൽ 2 സിംഹക്കുട്ടികൾ ഇരിക്കുന്ന പോലെ മുഹമ്മദ് സിംഹഗർജനമാണ് നടത്തിയത്. എടുത്തു കൊടുക്കാതിരിക്കാൻ എനിക്ക് പറ്റിയില്ല. അതായിരുന്നു മുഹമ്മദ് റസൂലുള്ളാഹ്. അതാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. ഞാൻ പറയുന്നത്, പ്രവാചകന്റെ ബഹുമുഖമായ വ്യക്തിത്വത്തെ നമ്മൾ പഠിക്കണം. പ്രവാചകന്റെ ജീവിതത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് പഠിക്കണം. ആ സമൂഹത്തിൽ പ്രവാചകൻ ആവേശത്തോടു കൂടി നിന്നുകൊണ്ടു. നമുക്കറിയാം, പ്രവാചകന്റെ ഏറ്റവും വലിയ കാര്യം പ്രതീക്ഷയായിരുന്നു. നമ്മൾ പ്രവാചകനെ പഠിക്കുമ്പോൾ പ്രവാചകന്റെ പ്രതീക്ഷ അല്ലെ, പ്രവാചകന് നമ്മളൊക്കെ ഇപ്പോൾ വളരെ ചില ആളുകളൊക്കെ മുസ്ലിം സമൂഹത്തിലെ ചില ആളുകളൊക്കെ അവിടെ പലസ്തീൻ ആക്രമണം, ഇവിടെ സംഘപരിവാർ അവിടത് എന്ന് പറഞ്ഞ് ആകെ ഈമാൻ നഷ്ടപ്പെടുമ്പോ 12 വർഷക്കാലം 100 മനുഷ്യൻ 13 വർഷക്കാലം 150 മനുഷ്യന്മാരെ പോലും കിട്ടാതെ വിഷമിക്കുന്ന ഘട്ടത്തിലും ഈ ദീന് വിജയിക്കുമെന്ന് പ്രതീക്ഷ പുലർത്തിയ ഒരു റസൂലിനെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയാണല്ലോ
അള്ളാന്റെ റസൂലിന്റെ അടുക്ക ഹബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹു, അന്ന് 10 ആളെ ഇസ്ലാമിലുള്ളൂ, ആ ഹബ്ബാബ് റളിയല്ലാഹു അൻഹു ചോരൊലിപ്പിച്ച് വന്നപ്പോൾ അള്ളാന്റെ റസൂല് പറഞ്ഞു, ഹബ്ബാബെ, വരും ഒരു ദിവസം സന്നാ മുതൽ ഹദർമൗത്ത് വരെ ആരെയും പേടിക്കാത്തൊരു ഇസ്ലാമിന്റെ ലോകം വരും. റസൂലിന്റെ പ്രതീക്ഷതായിരുന്നു. ഹിജ്റയുടെ വേളയിൽ തന്റെ തലക്ക് 100 ഒട്ടകം ഇനാം പ്രഖ്യാപിക്കപ്പെട്ട് മറ്റൊരു വഴിക്ക് വളഞ്ഞു തിരിഞ്ഞ് പോകുന്ന ഘട്ടത്തിൽ സുറാഖ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ അടുത്തേക്ക് വന്നപ്പോൾ ആ സുറാഖയോട് റസൂലുള്ള ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അന്ന് ഇസ്ലാം മക്കയിൽ നിൽക്കാൻ വയ്യാതെ മദീനയിലേക്ക് പറിച്ചു നടുകയാണ്. തന്റെ തലക്ക് 100 ഒട്ടകം ഇനാം പ്രഖ്യാപിക്കപ്പെടുമ്പോഴും അള്ളാന്റെ റസൂൽ സുറാഖിനോട് ചോദിച്ചു, സുറാഖ, നിനക്ക് കിസ്റ രാജാക്കന്മാരുടെ തങ്കവള അണിയണ്ടേ? സുറാഖിനെ ഞെട്ടിപ്പോയി, എന്ത് പറ്റിപ്പോയി മുഹമ്മദിന്? പക്ഷേ അത് സംഭവിച്ചു. റസൂലിന് പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് സുറാഖ ഇസ്ലാമിലേക്ക് വന്നിരുന്നു. അന്ന് കിസ്റ രാജാക്കന്മാരുടെ തങ്കവളയും കിരീടവും ഒക്കെ കൊണ്ടുവന്നു. സുറാഖയെ അണിയിച്ച് കുതിരപ്പുറത്തിരുത്തി. അൽഹംദുലില്ലാ, മുജരിൽ ഗോത്രത്തിലെ സുറാഖയെ കൊണ്ട് കിസ്റ രാജാക്കന്മാരുടെ തങ്കവളയിൽ അണിയിച്ച അള്ളാഹുവെ നിനക്ക് സ്തുതിന്ന് സുറാഖയെ കൊണ്ട് പറയിപ്പിച്ച് കുതിരപ്പുറത്ത് നടത്തിച്ചു ഉമർ റളിയല്ലാഹു. റസൂലുള്ളാഹിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതേപോലെ ഇതര സമൂഹങ്ങളോട് അള്ളാഹുവിന്റെ റസൂലിന്റെ പെരുമാറ്റം നമ്മൾ പഠിക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ റസൂല് വീട്ടിൽ ഇത്തിരി സാമ്പത്തിക പ്രയാസം വന്നപ്പോ കാശ് കടം വാങ്ങിയത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പക്കൽ നിന്നല്ല, തൽഹ റളിയല്ലാഹുവിന്റെ പക്കൽ നിന്നല്ല, അബ്ദുറഹ്മാൻ അഫ് റളിയല്ലാഹുവിന്റെ പക്കൽ നിന്നല്ല. അള്ളാഹുവിന്റെ റസൂല് കാശ് കടം വാങ്ങിയത് ഒരു ജൂത പുരോഹിതന്റെ കയ്യിൽ നിന്ന്. അദ്ദേഹമാണെങ്കിൽ ഒരിക്കൽ വന്നിട്ട് പറഞ്ഞു, എനിക്ക് ആ കാശ് ഇപ്പൊ തരണം. റസൂലുള്ള അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടി അത് ശേഖരിച്ചു കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് വേണ്ട. കാരണം ഞങ്ങളുടെ വേദഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇതുപോലെ ഒരു പ്രവാചകൻ ക്ഷമാശീലനായിരിക്കും. താങ്കൾ ക്ഷമാശീലൻ തന്നെ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അതാണ് റസൂലുള്ളാഹിയുടെ മിറാക്കിൾ അവിടെയാണ്. അതേപോലെ തന്നെ റസൂലുള്ള കാരൊക്കെ കടം പേടിച്ചത് ഒരു ജൂതന്റെ കയ്യിൽ നിന്ന്. ഒരുമാതിരി ജൂതൻ. അയാൾ റസൂൽ ഇങ്ങനെ പോകുമ്പോ എനിക്ക് ഇപ്പൊ കിട്ടണ കാരക്ക, അല്ലെങ്കിൽ ഇവിടെ നിന്നോ. റസൂൽ അവിടെ നിന്നു, കാരക്ക കൊണ്ടുവന്ന് കൊടുക്കുന്നു, പോകുന്നു. നമ്മൾ വിചാരിക്കണം അത് റസൂല് ബഹുസ്വര സമൂഹവുമായി ഇടപഴകിയാണ് ജീവിച്ചത്. നമ്മൾ റസൂലിന്റെ മിറാക്കിൾ അവിടെയാണ് കാണുന്നത്. അല്ലാതെ റസൂലിന്റെ ഏതെങ്കിലും ഭൗതിക ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങളിലല്ല മിറാക്കിൾ. ഈ സമൂഹത്തെ സ്നേഹിച്ച റസൂലിന്റെ, ഈ സമൂഹത്തിൽ അത്ഭുതങ്ങൾ വിരിയിച്ച റസൂലിന്റെ ഒരത്ഭുതത്തെക്കുറിച്ചാണ് നമ്മൾ കാണുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ആ സമൂഹത്തെ മാറ്റിമറിച്ചു. ലോകത്തിന്റെ വലിയൊരു ഭാഗത്തേക്ക് ഇസ്ലാം പ്രവഹിച്ചു. ലോകത്തിന്റെ ഘടന മാറി, അവരുടെ സംസ്കാരം മാറി, അവരുടെ ജീവിതഘടന മാറി. ഒരൊട്ടകത്തിന്റെ കയറിന് വേണ്ടി നൂറ്റാണ്ടുകൾ യുദ്ധം ചെയ്തവർ, മുന്നിൽ പോയവന്റെ കുതിരമ്മ താഴെ പിന്നിൽ വന്നവന്റെ കുതിര ചവിട്ടി എന്നതിന്റെ പേരിൽ പതിറ്റാണ്ടുകൾ യുദ്ധം ചെയ്തവരെ അള്ളാഹുവിന്റെ റസൂൽ പിന്നെ ചെയ്യിച്ചത്, ഒരു യുദ്ധത്തിൽ രക്തസാക്ഷിത്വം വരിക്കാൻ നേരത്തെ വെള്ളമെന്ന് ചോദിക്കുമ്പോൾ ഓടിക്കൊണ്ട കൊടുക്കുമ്പോൾ അപ്പുറത്തുനിന്നും മാൾ കേൾക്കുമ്പോൾ അങ്ങോട്ടാങ്ങും കാണിക്കുന്നു. അവിടെ ചെല്ലുമ്പോൾ അപ്പുറത്തും മാൾ. അവിടെ ചെല്ലുമ്പോഴേക്കും അദ്ദേഹം ഷഹീദായി. തിരിച്ചു വരുമ്പോഴേക്കും അവരൊക്കെ ഷഹീദാകുന്ന വിധത്തിൽ അവസാനത്തെ ഒരു തുള്ളി വെള്ളം പോലും തന്റെ സഹോദരന് കൊടുക്കുന്ന സാഹോദര്യത്തിന്റെ അത്യുദാത്തമായ മാതൃകയിലേക്ക് മുഹമ്മദ് റസൂലുള്ളാഹ് ലോകത്തെ നയിച്ചു എന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇങ്ങനെ അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു അത്ഭുതം ലോകത്തിന്റെ മുമ്പിൽ ഇങ്ങനെയാണ് നമ്മൾ കാണിക്കേണ്ടത്. പകരം ഇപ്പം എന്താ സംഭവിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കണം എന്നൊക്കെയുള്ളത് ശരിയാണ്, പക്ഷെ പരിധി വിടാൻ പാടില്ല. ഈസബിന് മറിയം നസാറാക്കളെ ഈസാ അലൈഹിസ്സലാമിനെ പുകഴ്ച്ചതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തരുത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അള്ളാഹിന്റെ ഏറ്റവും ശ്രേഷ്ഠനായ സൃഷ്ടിയാണ്. അദ്ദേഹത്തെ എല്ലാവരെക്കാളും ഏറെ സ്നേഹിക്കണം, ഒക്കെ ശരിയാണ്. പക്ഷേ റസൂല് അള്ളാഹുവിന്റെ അബ്ദാണ്, ദാസനാണ്, അള്ളാഹിന്റെ ദാസനാണ്. അദ്ദേഹത്തിന് അള്ളാഹുവിന്റെ ദിവ്യത്വത്തിൽ ഒരു പങ്കുമില്ല. ഈ വസ്തുത മുസ്ലിം സമുദായം കാത്തു സൂക്ഷിക്കണം. നിർഭാഗ്യവശാൽ യഹൂദ ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് പറ്റിയ അബദ്ധം മുസ്ലിങ്ങളിലേക്ക് അരിച്ചരിച്ചു വരികയാണ്. നിങ്ങൾ നോക്കണം, ക്രിസ്ത്യാനികൾ ചെയ്ത തെറ്റെന്താണ്? ഈസാ അലൈഹി ഇസ്ലാം എന്ന് പറയുന്ന മഹാനായ പ്രവാചകനെ മൂച്ചാക്കല്ല, അള്ളാഹുടെ മോനാക്കി. യഹൂദന്മാർ ഉദൈർ അലൈഹി ഇസ്ലാമിനെ അള്ളാഹിന്റെ പുത്രനാക്കി. അങ്ങനെയാണ് അവർ പഠിച്ചത്. മക്കയിലെ മുസ്ലിംകൾ ചെയ്ത പണി എന്താ നിങ്ങൾക്കറിയാമല്ലോ. മക്ക അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ ഭൂമിയിൽ ആദ്യമായി സ്ഥാപിതമായ ദേവാലയമാണ് പരിശുദ്ധ കഅബ. ആ പരിശുദ്ധ കഅബാലയത്തിന്റെ അസ്ഥിവാരം പടുത്തുയർത്തിയത് മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം, ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമുമാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി മക്കപ്പത്തയിൽ അത് കഅബ ശുദ്ധീകരിക്കാൻ ചെന്നപ്പോൾ കണ്ട കാഴ്ച, അള്ളാഹിനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ സ്ഥാപിതമായ കഅബാലയത്തിന്റെ അകത്ത് സാക്ഷാൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ബിംബം, അപ്പുറത്ത് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ ബിംബം. ഇത് ഈ സമുദായത്തിന് പറ്റിയ അബദ്ധമാണ്.
അതിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദിവ്യത്വം കൊടുത്ത് വേറൊരു കോലത്തിലാക്കുന്നതിനെ ജാഗ്രതയോടുകൂടി, അതീവ ജാഗ്രതയോടുകൂടി നമ്മൾ സംരക്ഷിക്കണം. റസൂലുള്ളാഹ് അത് തുടക്കത്തിലേ സൂക്ഷിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ മകൻ ഇബ്രാഹിം മരണപ്പെട്ടപ്പോൾ അതാ കുറച്ചു കഴിഞ്ഞപ്പോഴേക്ക് ഇരുട്ടാൻ തുടങ്ങി. ഇരുട്ടായി. കുറച്ചു കഴിഞ്ഞപ്പോൾ വെളിച്ചായി. വേറൊന്നല്ല, ഒരു സമ്പൂർണ്ണ സൂര്യഗ്രഹണം. അന്ന് മക്കയിലെ മുശ്രിക്കുകൾ പോലും പറഞ്ഞു, സംഗതി മുഹമ്മദിന് ആകാശത്ത് നല്ല സ്വാധീനമാണ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മാരണമാണ്, തട്ടിപ്പാട് വെട്ടിപ്പാടെന്ന് പറയുന്ന മുശ്രിക്കുകൾ പോലും സമ്മതിച്ചു മുഹമ്മദിന് ആകാശ ലോകത്ത് സ്വാധീനമുണ്ട്. മുഹമ്മദിന്റെ കുട്ടി മരിച്ചപ്പോൾ സൂര്യൻ അനുശോചനം രേഖപ്പെടുത്തി. ഈ വാർത്ത കേട്ടപ്പോൾ റസൂലുള്ളാഹ് ആളുകളൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, ഇല്ല, എന്റെ കുട്ടി ഇന്ന് മരിച്ചു, ഇന്ന് ഗ്രഹണമുണ്ടായി, അത് സ്വാഭാവികമായി സംഭവിച്ചതാണ്. എനിക്ക് ആകാശലോകത്ത് സ്വാധീനമില്ല. സൂര്യനും ചന്ദ്രനും അതിന്റെ ഗ്രഹണവും ഉദയവും ഒക്കെ ആരുടെയെങ്കിലും മരണം കൊണ്ടോ ജനനം കൊണ്ടോ സംഭവിക്കുന്നതല്ല. അത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്, അള്ളാഹിന്റെ ദൃഷ്ടാന്തങ്ങളാണ്. അതുകൊണ്ട് എനിക്ക് ആകാശലോകത്ത് സ്വാധീനമില്ല. അതൊക്കെ അള്ളാഹുവിന്റെ അധികാര പരിധിയിൽപ്പെട്ടതാണ്. ആ അന്ധവിശ്വാസത്തിന്റെ മുന അങ്ങൊടിച്ചു കളഞ്ഞു അള്ളാഹിന്റെ റസൂൽ. ഞാൻ പറയുന്നത്, റസൂലിനെ ഇനിയും ലോകത്ത് അവതരിപ്പിക്കണം. റസൂലുള്ളയെ ശരിക്കും ഈ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കണം. നമുക്കറിയാം, ഇപ്പോഴും മുസ്ലിങ്ങൾക്കെതിരെ ഈ സാമ്രാജ്യത്വമൊക്കെ ഇങ്ങനെ ഉറതുള്ളുന്നത് രണ്ട് കാര്യങ്ങളുടെ പേരിലാണ്. നമ്മൾ മുസ്ലിങ്ങൾ ഭീകരന്മാരാണെന്ന് പറഞ്ഞതില് നമ്മൾ പറയും ഇസ്ലാമോഫോബിയുടെ പറച്ചില്ല. ഞാൻ പറയുന്നത് അതിൽ കുറച്ച് കാര്യം അവർക്കുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളെ പേടിയാണ്, ഇസ്ലാമിനെ പേടിയാണ്. കാരണം ഇസ്ലാമാണ് ഇപ്പോഴും ലോകത്ത് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ. ലോകത്തെ ഏറ്റവും ദ്രുതഗതിയിൽ വളരുന്ന ദർശനം ഇസ്ലാമാണ്. 2050 എത്തുമ്പോഴേക്കും ലോകത്തിലെ ഏറ്റവും വലിയ മതദർശനം ഇസ്ലാമാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരുള്ളത് മുസ്ലിങ്ങൾക്കിടയിലാണ്. അവർക്കറിയാം, ആ ജനത ഇപ്പോഴും അവരുടെ വേദഗ്രന്ഥമായി ഖുർആനിനെ കയ്യിലെന്തുന്നവരാണ്. ആ ഖുർആനിൽ ഒരു വള്ളിപുള്ളി വ്യത്യാസം വരുത്താൻ അവർ അനുവദിക്കുന്നില്ല, കഴിയുന്നില്ല. അവരിപ്പോഴും അവരുടെ ഉമ്മയേക്കാൾ സ്നേഹിക്കുന്നത് മുഹമ്മദ് റസൂലുള്ളയെയാണ്. അവർക്കറിയാം, ഈ ഖുർആനും പ്രവാചകനും കേവലം ഒരു മൊല്ലാക്കിയും കേവലം ഒരു കിതാബുമല്ല. ഒരു കാലത്തെ കിസ്റയുടെയും കൈസറിന്റെയും ആണിക്കല്ല് തകർത്തത് ഈ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഖുർആൻ ഉപയോഗിച്ചുകൊണ്ടാണ്. ആ ഖുർആനിനെ ഹൃദയത്തിലേന്തിയ, ആ പ്രവാചകനെ ഹൃദയത്തിലേന്തിയ ജനത ലോകത്തെ സാമ്രാജ്യത്വവും കൊളോണിയൽ ശക്തികളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന തിന്മകൾക്കെതിരെ പ്രതികരിക്കുമെന്ന് അവർക്ക് പേടിയുണ്ട്. അവരേറ്റവും കൂടുതൽ കാശുണ്ടാക്കുന്നത് പലിശയിലൂടെയാണ്. ആ പലിശക്കെതിരെ ശബ്ദമുയർത്തിയത് ഈ പ്രവാചകനാണ്. ആ പലിശക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തിയത് ഈ ഖുർആനാണ്. അവരേറ്റവും കൂടുതൽ പണമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പോണോഗ്രാഫിയിലൂടെയാണ്. അതിനെതിരെ ശബ്ദിക്കുന്നത് ഈ പ്രവാചകനാണ്, ഈ ഖുർആനാണ്. അതുകൊണ്ട് ലോകത്തിലെ സാമ്രാജ്യത്വ ശക്തികളും സയനിസ്റ്റ് ശക്തികളും ഫാസിസ്റ്റ് ശക്തികളുമൊക്കെ ഇസ്ലാമിനെ ഒരർത്ഥത്തിൽ ഭയപ്പെടുന്നുണ്ട്. തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി ലോകത്ത് ഉയർത്തെഴുന്നേറ്റ് വരുന്ന ഇസ്ലാമിക ദർശനത്തെ അവർ ഭയപ്പെടുന്നുണ്ട്. അവർക്കറിയാം, ആ പ്രവാചകൻ ഇന്നും ലോകത്ത് സജീവമാണ്, ലോകത്ത് ഇന്നും അജയ്യമാണ്. ആ പ്രവാചകനെ ഹൃദയത്തിലേന്താനും പ്രവാചകന്റെ മഹത്വം ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കാനും ആ പ്രവാചകനെ ജീവിതത്തിൽ പകർത്താനും പ്രവാചക സന്ദേശം ജനങ്ങൾക്ക് എത്തിക്കാനും ഈ അവസരങ്ങൾ നമ്മൾ ശരിക്കും ഉപയോഗിക്കണം. അതോടൊപ്പം അല്ലാഹുവിന്റെ ഖുർആനിനെയും കയ്യിലെത്താൻ നമുക്ക് കഴിയണം. രണ്ടു കൂടി വരുമ്പോൾ നമ്മൾ ഇസ്സത്തുള്ളവരായിത്തീരും, നമ്മൾ ഏറ്റവും ശക്തരായിത്തീരും. നമ്മളത് ചുരുങ്ങിയ സമയമായതുകൊണ്ട് അല്പം സ്പീഡിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചു എന്ന് മാത്രം. ഈ വിഷയത്തെ കൂടുതൽ അറിയുന്നതാണെങ്കിൽ പോലും കുറെ കൂടി കൂടുതൽ പഠിക്കുകയും മനസ്സിലാക്കുകയും വളരെ ആവേശത്തോടുകൂടി അള്ളാന്റെ റസൂലിനെ സ്നേഹിച്ചുകൊണ്ട് അള്ളാന്റെ ദീനിന്റെ മാർഗത്തിൽ അജയ്യമായി മുന്നോട്ട് പോകാൻ, ശക്തമായി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. നമുക്ക് ഉറപ്പിച്ച് പറയണം, മുഹമ്മദുൻ സഗീമുന, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഞങ്ങളുടെ നേതാവ്. ആ പ്രവാചകൻ ഞങ്ങൾക്ക് മാതൃകയാണ്. ആ പ്രവാചകനെ ഞങ്ങൾ ജീവിതത്തിൽ പകർത്തും. ആ പ്രവാചകനെ കണ്ടുമുട്ടലാണ് ഞങ്ങളുടെ ജീവിതത്തിന്റെ അഭിലാഷമെന്ന് പറഞ്ഞുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കുമാറാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനൊക്കെ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ വീഴ്ചകളും തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും റബ്ബേ ഞങ്ങൾക്ക് ഇനി പുറത്ത് മാപ്പാക്കി തീർക്കുമാറാകണേ. അല്ലാഹുവേ, നരകശിക്ഷയിൽ നിന്ന് ഖബറിലെ ശിക്ഷയിൽ നിന്ന് മഹ്ശറിന്റെ തീഷ്ണതയിൽ നിന്ന് അല്ലാഹ് കാത്തുരക്ഷിക്കുമാറാകണേ. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബത്തെ മക്കളെ ഇണകളെ മാതാപിതാക്കളെ നീ അനുഗ്രഹിക്കുമാറാകണേ. അല്ലാഹുവേ, പ്രവാചകനെ ജീവതുല്യം സ്നേഹിച്ചുകൊണ്ട് പ്രവാചകനോടൊത്ത് സ്വർഗത്തിലെത്തിച്ചേരാൻ അല്ലാഹ് ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകണേ. പ്രവാചക സന്ദേശം പ്രചരിപ്പിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകണേ. പടച്ചവനെ, പലസ്തീൻ ജനതയ്ക്ക് നീ ആശ്വാസം നൽകുമാറാകണേ. പലസ്തീൻ ജനതയെയും ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തെയും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, അവർക്കെതിരെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന
തിന്മയുടെ ശക്തികളെ നീ നശിപ്പിക്കുമാറാകണേ. പടച്ചവനെ, ഇസ്സത്തുള്ളൊരു സമൂഹമായി ഞങ്ങളെ നീ മാറ്റി തീർക്കുമാറാകണേ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. റബ്ബന ളലംന അൻഫുസന വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂലന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ ത്വയ്യിബ വഅമലൻ മുതഖബ്ബല. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. നമ്മുടെ പരിപാടി സമാപനം കുറിക്കുകയാണ്. പിന്നെ